വളരെ പേരുകൊണ്ട് തന്നെ അർത്ഥവത്താവുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ദേവദാരുവിലെ ഇത്തിൽക്കണ്ണികൾ. വേദങ്ങളുടെ സങ്കല്പം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പവിത്രമായ ഒരു വൃക്ഷമാണ് ദേവദാരു. ദേവദാരു വൃക്ഷത്തിൽ ഇത്തിക്കണ്ണി വന്നു കഴിഞ്ഞാൽ വൃക്ഷമാരം വെട്ടാറില്ല, ഇത്തിക്കണ്ണി വെട്ടിക്കളയാറാണ് നടപടി. ദേവദാരു വൃക്ഷം വളർന്നു വരാൻ തന്നെ വലിയ പ്രയാസമാണ്. ആ വൃക്ഷം വളർന്നു വന്നു കഴിഞ്ഞാൽ ദൈവിക സാന്നിധ്യമുള്ള പവിത്രമായ വൃക്ഷത്തിൽ കടന്നു കയറുന്ന ഇത്തിൽക്കണ്ണിയെ വെട്ടി ദൂരെ എറിയുക എന്നുള്ളതാണ് ഇന്ന് സമൂഹം ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് ഈ ഒരു പുസ്തകത്തിന് ഏറ്റവും അനുയോജ്യമായ പേരാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇതിനെ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ വായിക്കാനൊരു അവസരം കിട്ടി. മുഴുവനായി വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അധ്യക്ഷൻ പറഞ്ഞതുപോലെ തെളിവുകളുള്ളതും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. കേരളത്തിലെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഈ പുസ്തകം വായിക്കണം. നായർ സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല, എല്ലാവരും ഈ പുസ്തകം വായിക്കണം. ഇത് ഒരു മഹാപ്രസ്ഥാനം. തൻ്റെ ജീവിതം മുഴുവൻ സമുദായത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച്, സമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച്, നാടിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച്, നഗ്നവാദനായി ഒറ്റ മുണ്ടും ഒറ്റ വസ്ത്രവും, ഇത് മഹാത്മാഗാന്ധിക്ക് ശേഷം ഏറ്റവും ലാളിത്യമുള്ള വസ്ത്രം ധരിച്ച്, ലളിതമായ ജീവിതം നയിച്ച്, ലഘുഭക്ഷണം കഴിച്ച്, ഒരു സന്യാസിയെ പോലെ പോകുന്ന വഴിക്ക് കിട്ടുന്നത് എന്തും ആര് കൊടുക്കുന്നതും, ഏത് ദരിദ്രൻ കൊടുക്കുന്നതും സമ്പന്നൻ കൊടുക്കുന്നതും ഒരുപോലെ ഭക്ഷിച്ചൊരു മനുഷ്യൻ, ഒരു മനുഷ്യ സ്നേഹി, ദൈവതുല്യനായ മന്നത്ത് പത്മനാഭൻ പിടിപ്പണം വാങ്ങി പാവപ്പെട്ടവന്റെ ഒരു നേരത്തെ അന്നത്തിന് വെച്ചിരുന്ന പോലും എടുത്ത് സംഭാവനയായി അദ്ദേഹത്തിന് നൽകി കാണിച്ച സ്നേഹം, ആ സ്നേഹത്തിന്റെ പ്രതീകമാണ് നായർ സർവീസ് സൊസൈറ്റിയും അതിനെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളും. കേരളത്തിലെ മുഴുവൻ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്കും ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് സ്വപ്നം കണ്ട മന്നത്ത് ആചാര്യന് വളരെ വർഷം മുമ്പ് തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധനാകാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞുവെങ്കിലും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ നായർ സർവീസ് സൊസൈറ്റി, ഒരുപക്ഷെ SNDP-യേക്കാൾ, ക്രിസ്തീയ മിഷനറികളെക്കാൾ ഏറ്റവും അധികം സ്കൂളുകൾ സ്വന്തമായി ഒരു സമുദായത്തിന് നിർമ്മിക്കാൻ കഴിഞ്ഞതും സ്ഥാപിക്കാൻ കഴിഞ്ഞതും മന്നത്ത് ആചാര്യനാണ്. മന്നത്ത് ആചാര്യൻ സ്ഥാപിച്ചതേ ഉള്ളൂ. മന്നത്ത് ആചാര്യൻ നായർ സമുദായക്കാർ ഏറ്റവും കുറച്ച് താമസിക്കുന്ന മഞ്ചേരിയിൽ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി മലപ്പുറം ജില്ല ഇന്ന് വിദ്യാഭ്യാസപരമായി ഏറെ മുന്നിട്ട് നിൽക്കുമ്പോൾ ആ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും ഗംഭീരമായ വിദ്യാഭ്യാസ സ്ഥാപനം ആദ്യം സ്ഥാപിച്ചത് മന്നത്ത് ആചാര്യനാണ്. മലപ്പുറം ജില്ലയുടെ ഇന്നത്തെ വിദ്യാഭ്യാസപരമായ പുരോഗതിയുടെ ആദ്യത്തെ അടിസ്ഥാന ശില എന്ന് പറയുന്ന ആചാര്യൻ സ്ഥാപിച്ച കോളേജാണ്. അങ്ങനെ കണ്ണൂർ മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെയും കോളേജുകൾ സ്ഥാപിച്ചു. പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു കോളേജ് എന്ന സങ്കല്പമാണ് കരമന NSS കോളേജ് അദ്ദേഹം സ്ഥാപിച്ചത്. ഇത്ര വലിയ ആശയമാണ്. കാരണം സ്ത്രീ വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ സ്ത്രീ വിദ്യാഭ്യാസം ഉണ്ടാകണം എന്നാണ്. സ്ത്രീകൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി അദ്ദേഹം കോട്ടയം ജില്ലയിൽ സ്കൂൾ സ്ഥാപിച്ചു. അവിടെ നിങ്ങോട്ട് വലിയ വിഷനാണ്. കാരണം സ്ത്രീ എന്ന് പറയുന്ന അമ്മ, തൻ്റെ പ്രിയപ്പെട്ട മാതാവാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനത്തിന് തിരിതെളിച്ചത്. സ്ത്രീ അകത്തളത്തിൽ ഇരിക്കണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്ത് സ്വന്തം അമ്മയെ മുൻനിരയിൽ കൊണ്ടുവന്ന അമ്മ നിലവിളക്ക് കൊളുത്തി വെച്ച് തുടങ്ങി വെച്ച ഈ മഹാപ്രസ്ഥാനം, അദ്ദേഹത്തിൻ്റെ പ്രിയ മാതാവ് തുടങ്ങി വെച്ച ഈ മഹാപ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇന്ന് ചില ആളുകൾ കൈയടക്കിയിരിക്കുക. അത് നേരായ വഴി. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്, ഒരു വലിയ ഭരണഘടനയുള്ള ഒരു ജനാധിപത്യ രാജ്യം, മതേതരത്വം നിലനിൽക്കുന്ന ഒരു ജനാധിപത്യം. ആ രാജ്യത്ത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും മുൻതൂക്കം നൽകി മന്നത്ത് ആചാര്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു മഹാപ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ നിന്ന് ജനാധിപത്യമില്ല, ഏകാധിപത്യമാണ്. ചില തൽപര കക്ഷികൾ ഇരിക്കുകയും അവരെ ഭയന്ന് ജീവിക്കുന്ന കുറച്ച് ആജ്ഞാനുവർത്തികളും ഈ തൽപര കക്ഷിയും അജ്ഞാനുവർത്തികളുമാണ് ദേവദാരു വൃക്ഷത്തിലെ ഇത്തിൽക്കണ്ണികൾ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഭയപ്പെടുത്താൻ ഇവിടെ പ്രചരിപ്പിച്ചു. ഈ സമ്മേളനം പ്രസ് ക്ലബിന് അടുത്തുള്ള ഒരു നാഷണൽ ക്ലബിലാണ് വെച്ചിരുന്നത്. മന്നം ഹാളിലാണ്, മന്നം ക്ലബിലാണ്. ഞാൻ അദ്ദേഹം ബ്രിഗേഡിയർ വരുമ്പോഴേ ഞാൻ പറഞ്ഞു, മനുഷ്യന് സ്വാതന്ത്ര്യത്തോടെ, സമാധാനത്തോടെ, അന്തസ്സായി തുറന്നു പറയാത്ത കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയ സ്ഥലം പ്രസ് ക്ലബാണ്, അവിടെ പോരെ എന്ന് ചോദിച്ചു ഞാൻ ആദ്യം തന്നെ. എന്തിനാണ് ഒരു ക്ലബിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്? നമുക്ക് പ്രസ് ക്ലബിൽ പോരെ, തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ ആകുമ്പം അന്തസ്സായിട്ട് കാര്യം പറയാം, അത് കേൾക്കാൻ ആളുകളുണ്ട്, അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്. ആർക്കും
ഞാൻ അന്ന് പറഞ്ഞു നമുക്ക് ആ പ്രസ് ക്ലബിൽ മതി, അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ്. അവിടെയും കൈകടത്തലാണ്. വെറും വളഞ്ഞ വഴിയിലൂടി ശക്തിയായി സംഘടിച്ചു വരുന്ന വലിയ പ്രസ്ഥാനത്ത് നായർ സർവീസ് സൊസൈറ്റിക്ക് എതിരായിട്ടല്ല ഈ പുസ്തകവും ഈ യോഗവും. നമ്മൾ മനസ്സിലാക്കി. ഇതിനൊരു പേജ് നമ്പർ ഞാൻ ഓർക്കുന്നില്ല. അതിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യമുണ്ട്. മന്നത്ത് ആചാര്യൻ തൻ്റെ പൗത്രിക്ക്, കൊച്ചുമകൾക്ക് NSS ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടായി. അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് നിഷേധിച്ചു. വേണ്ട, പാടില്ല, കൊടുക്കാൻ പാടില്ല. എൻ്റെ അച്ഛൻ 64 വർഷം NSS താലൂക്കുടൻ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന്റെ 18 വയസ്സിൽ മന്നത്ത് ആചാര്യൻ വാളകത്തെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടാണ് പത്തനാപുരം NSS താലൂക്കുടിന്റെ പ്രസിഡന്റാണ്. എൻ്റെ അപ്പൂപ്പനെ കണ്ട്, കീഴൂട്ട് രാമപിള്ളയെ കണ്ട്, മകനെ ഞാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുപോയത്. 64 വർഷം പത്തനാപുരം NSS താലൂക്കുടിനെ നയിക്കുകയും NSSന്റെ സംസ്ഥാന ബഡ്ജറ്റിനേക്കാൾ വലിയ ബഡ്ജറ്റും സമ്പാദ്യവും ഉണ്ടാക്കിയ ഒരു താലൂക്കായി പത്തനാപുരം താലൂക്കിനെ മാറ്റിയത് ആർ ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവൻ അപമാനിക്കാനും ഉപദ്രവിക്കാനും ശ്രമിച്ചു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം പിടിച്ചു കെട്ടാൻ ഈ ഇത്തിക്കണ്ണികൾക്ക് കഴിഞ്ഞില്ല. ഇത്തിക്കണ്ണികൾ എന്ന് പറയുന്ന കൂടെ നടക്കുന്ന ഒരു പാവങ്ങളാണ്. അവർ ആജ്ഞാനുവർത്തികളാണ്. നമ്മൾ ഈ പറയില്ല, ആജ്ഞാനുവർത്തികൾക്ക് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള ആർ ബാലകൃഷ്ണപിള്ളയെ പരമാവധി എവിടൊക്കെ NSSൽ ചെറുതാക്കാൻ പറ്റും. പക്ഷെ നായരെ സംബന്ധിച്ച് ബാലകൃഷ്ണപിള്ള അറിയപ്പെടുന്ന നായർ തന്നെയാണ്. നായർക്കോട് മരിക്കുന്നവരെയും നായർ സമുദായത്തോട് നീതി പുലർത്തി. മന്നത്ത് ആചാര്യനോടൊപ്പം പ്രസംഗവേദികൾ രാമപിള്ളച്ചേട്ടനെ അറിയാം, അരുമുന്തൻ രാമദേവനെ അറിയാം. അച്ഛൻ പ്രസംഗിക്കാൻ അദ്ദേഹത്തോടൊപ്പം കൊണ്ട് ബാലൻ പ്രസംഗി എന്ന് പറഞ്ഞൊരു മകനെ പോലെ കൊണ്ടുവന്നു. മന്നത്ത് ആചാര്യൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ തോർത്തെടുത്ത് ഒരു മകനെ പോലെ നിന്ന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ച, മഹാഭാഗ്യം ലഭിച്ച ആളാണ് ആർ ബാലകൃഷ്ണൻ. ആർ ബാലകൃഷ്ണനുടെ മകൻ എന്ന നിലയിൽ ഭയപ്പെടുന്നവനാണ് എന്ന് കരുതരുത്. തിരുവനന്തപുരത്ത് കുറച്ച് ആളുകൾ, തിരുവനന്തപുരത്തെ നായർ സമുദായത്തിൽപ്പെട്ടവരോട് ഞാൻ വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ പറയാം, നിങ്ങൾ മന്നത്ത് ആചാര്യന് വേണ്ടി സമരം ചെയ്യുക, തെരുവിലിറങ്ങുക. ധർമ്മശാസ്താവിന് അയ്യപ്പന് വേണ്ടി, ശബരിമല അയ്യപ്പന് വേണ്ടി നിങ്ങൾ തെരുവിലിറങ്ങി ശരണമന്ത്രങ്ങൾ ജപിച്ചു, അഭിമാനമായി നമ്മൾ കണ്ടു. പക്ഷേ ഇത്തരം ഇത്തിക്കണ്ണികൾക്ക് വേണ്ടി നായർ സമുദായ അംഗങ്ങൾ തെരുവിലിറങ്ങുന്നത് ഈ സമൂഹത്തിനും ഈ സമുദായത്തിന്റെ ആചാര്യനായ മന്നത്ത് ആചാര്യനും ആത്മാവിന് സഹിക്കാത്ത കാര്യമാണ്. അത് അഭിമാനക്ഷതമാണ്, ചെയ്യാൻ പാടില്ല. നമ്മൾ മന്നത്ത് ആചാര്യനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, നമ്മൾ ഇറങ്ങണം, ഇറങ്ങി തന്നെ ആകണം, ഇറങ്ങാതിരിക്കരുത് ഒരു നായരും. ഈ ഒരു സമരത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, പല കാര്യങ്ങളും പറഞ്ഞു വരാം. സ്വന്തം കൊച്ചുമകൾക്ക് ജോലി നിഷേധിച്ച സ്ഥലത്ത് ഒരാൾ തൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രം 43 പേരെ നായർ സർവീസ് സൊസൈറ്റിയിൽ ജോലിക്ക് വെച്ചു എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കി. അഴിമതിയിൽ 2 പണമിടപാട്. അഴിമതി എന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുന്ന 2 വിധത്തിലാണ്. ഒന്ന് സ്വജനപക്ഷപാതമാണ് പ്രധാനമായിട്ട്. ഏറ്റവും വലിയ അഴിമതി NSSൽ നടക്കുന്നു എന്ന് പറയാൻ കാര്യം സ്വജനപക്ഷപാതമാണ്. ഒരു കുടുംബത്തിൽ നിന്നും 43 പേരെ NSSൽ നിയമിക്കുക. അപ്പൊ എല്ലാവരും ഒരാൾ ചോദിച്ചു, എന്താണ് NSS എന്താണ് ഈ കാണിക്കുന്നത്? NSS എന്തുകൊണ്ട് മെഡിക്കൽ കോളേജ് തുടങ്ങിയില്ല? ഈ വ്യക്തിയുടെ കുടുംബത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ തൂപ്പ് ജോലിക്ക് കയറാൻ പോലും യോഗ്യതയുള്ളവർ ഇല്ലാത്തത് കൊണ്ടാണ് NSS മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത്. അല്ലാതെ NSSന് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ടോ NSSന് ആംബിയർ ഇല്ലാത്തതുകൊണ്ടോ അല്ല. ലോകം ഓടുകയാണ്. എന്താണ്? പുതിയൊരു യുഗത്തിലേക്ക് വന്നു. നമ്മളെല്ലാവരും എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? IT രംഗത്തേക്ക് വന്നു, IT പാർക്കുകൾ സ്ഥാപിക്കുന്നു, IT രംഗത്ത് വലിയ വളർച്ച ഉണ്ടാകുന്നു, പഠിത്തം അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തുന്നു, അതിനുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അനേകായിരം പ്രമുഖ വ്യക്തികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സമുദായത്തിൽ ജനിച്ചവർ IT രംഗത്തൊക്കെ പ്രമുഖരുണ്ട്. അവരുടെ ഉപദേശം തേടിക്കൊണ്ട് ഒരു IT പാർക്ക് തുടങ്ങി. അവിടെ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ, യുവതി-യുവാക്കൾക്ക് ജോലി കൊടുക്കാൻ ഒരിക്കലും NSS ശ്രമിച്ചില്ല. പകരം ചായക്കട തുടങ്ങിക്കൊള്ളാൻ. ഏറ്റവും നല്ല പദ്ധതി, മുന്നോക്ക വികസന കോർപ്പറേഷന്റെ ഏറ്റവും വലിയ പദ്ധതി തൂശനില. 3-4 സ്ത്രീകൾ ചേർന്ന് ഒരു ചായക്കട തുടങ്ങിക്കൊള്ളാൻ പറയാം. അത് അവരെ ജലവി തുടങ്ങിക്കൊണ്ട് ലോൺ എടുക്കാൻ ധനലക്ഷ്മി ബാങ്ക് വരുമെന്നാണ്. ധനലക്ഷ്മി ബാങ്കിലേക്ക് ഞാൻ വരാം. ധനലക്ഷ്മി ബാങ്കിലേക്ക് വരാം. അതൊരു കഥയുണ്ട്. അത് നല്ലൊരു സ്റ്റോറിയാണ്. അത് മാധ്യമങ്ങൾ അറിയേണ്ട, ജനങ്ങൾ അറിയേണ്ട, മാധ്യമങ്ങളോട് ജനങ്ങൾ അറിയേണ്ട, ജനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട, ഓരോ നായർ സമുദായമോ അല്ലാത്തവരും അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ നമ്മള് ഒരു പദവിയിലിരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ഒരാളൊരു ഉന്നത പദവിയിൽ, അതായത് മന്നത്ത് ആചാര്യൻ എന്ന കസേരയിൽ ഇരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ആരിരുന്ന കസേര എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്കും ഇരിക്കാവുന്ന കസേരയല്ല. ആർക്കും ഇരിക്കാവുന്ന തോന്നിച്ചുണ്ട്. ഇപ്പൊ തോന്നുന്നുണ്ട് നമുക്ക് ഏത് കനകസിംഹാസനത്തിൽ ഏത് ശുനകനും കയറി ഇരിക്കാം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ പെരുമാറരുത്. കാരണം കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മയെങ്കിലും വേണം.
ചുനകനാണെന്നുള്ള ഓർമ്മ ഇല്ലെങ്കിലും കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മ എല്ലാവർക്കും നല്ലതാണ്. എല്ലാ മനുഷ്യനും നല്ലതാണ്. ഞാനായാലും നിങ്ങളായാലും എല്ലാവർക്കും വന്നാലും ഇരിക്കുന്നത് കനകസിംഹാസനത്തിലാണ്. അപ്പോൾ നിങ്ങൾ 42 പേർക്ക് ഒരു വീട്ടിൽ ജോലി കൊടുത്തു. ഒരു IT പാർക്ക് തുടങ്ങുന്നതിൽ വരാൻ ചായക്കട ഉണങ്ങിക്കൊള്ളാൻ പറയുക. തിരുവനന്തപുരത്തെ പ്രമുഖ നായർ നേതാക്കന്മാരൊക്കെ ഇപ്പം ചായക്കട നടത്തുക. ആ ഹോട്ടലിൽ നടത്തുക. മസാല ദോശയ്ക്ക് ഈയിടത്ത് ഒരു നേതാവ് പറഞ്ഞത് 5000 രൂപയാണ് ഗ്യാസിന് ഒരു ദിവസം കൂടിയെങ്കിൽ എങ്ങനെ പിടിച്ചു നിൽക്കും? തുടങ്ങിയ ആൾ മിണ്ടുന്നില്ല, കേട്ടോണ്ട് ഉണ്ടായിരിക്കുക. പിടിച്ചു ചെയ്യാൻ പറ്റാതെ മറ്റേ ആൾ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് വെച്ച് എടുത്ത് കൊടുത്തോണ്ടിരിക്കുക. ഏതാ ഈ 5000 നടത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ നാളെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തുനിന്നും പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും എടുത്ത് വിളികളയും. ആരെയും എടുത്ത് ഈ ചായ പാല് വെച്ചിട്ട് കലം ഇങ്ങനെ കൈക്കലേക്ക് ഇങ്ങനെ വാങ്ങി വെക്കുന്നതൊക്കെ വാങ്ങി വെക്കില്ല. വല്ല നീതിബോധമുണ്ട്, വല്ല ജനാധിപത്യമുണ്ടോ ഇതിനകത്ത്? ജനാധിപത്യം എന്ന് പറയുന്ന സാധനത്തിനകത്ത് അടുത്തുള്ള പോയിട്ടുണ്ടോ? മന്നത്താചാര്യനത് രൂപീകരിച്ചത് ഞാനിവിടെ ഒരു കാര്യം പറയാം. ഈ കമ്പനി ആക്ടിനെ പറ്റി ഇവിടെ TK നായർ സാർ കൊണ്ട് അദ്ദേഹം ഇതിനകത്തൊരു കേസ് കൊടുത്താണ്. അത് നിയമപരമായിട്ടില്ല. ഞാൻ അറിയാൻ കഴിഞ്ഞത് 89 തവണ എങ്ങാണ്ട് കേസ് മാറ്റി വെച്ചെന്ന്. നമുക്ക് 89 പ്രാവശ്യം ഒരു കേസ് കോടതിയിൽ മാറ്റി വെപ്പിക്കുക. എന്നിട്ട് പറഞ്ഞ NSS വലിയ നേട്ടം കൈവരിച്ചു. NSSനെതിരെ ദുഷ്ടന്മാര് കേസ് കൊടുക്കുന്നു. ഇത് NSSനെതിരെയല്ല, ഈ യോഗം NSSനെതിരെയാണ്. അല്ല, ഇവിടെ ഇരിക്കുന്ന നമ്മളാണെങ്കിലും ഞാൻ കരയോഗത്തിൽ അംഗമാണ്, ഞാൻ NSS പ്രതിനിധിസഭാ അംഗമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ്, അല്ലാതെ ഓടലക്കി വന്നതാണല്ല. ഞാൻ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയത് ഇലക്ഷനിലൂടെയാണ്. എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എന്നെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആകുമ്പോൾ എനിക്കെതിരെ ഇലക്ഷൻ ഉണ്ട്. എന്റെ താലൂക്കിൽ എനിക്കെതിരെ മത്സരിച്ച ആൾക്ക് ലഭിച്ചത് 6 വോട്ടാണ്. അതിൽ 4 വോട്ട് എന്റെ അച്ഛന്റെ ചിങ്കിടിയായി നടക്കുകയും ഇപ്പോൾ അഡ്കോ കമ്മിറ്റി ആയിരിക്കും ചെന്ന ആലോചനാതീതമാണ്. ഈ 2 വോട്ട് അതിനകത്ത് 6 വോട്ടിൽ സ്ഥാനാർത്ഥി വോട്ട് ചെയ്തില്ല. എനിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി വോട്ട് ചെയ്തില്ല. 6 വോട്ടിനെതിരെ ഞാൻ ഏതാണ്ട് 200-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് NSS താലൂക്ക് പ്രസിഡന്റ് ആണ്. എന്നെ ഞാൻ പോലും അറിയാതെ എനിക്കാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയ്ക്ക് ഡയറക്ടർ ബോർഡിൽ നിന്ന് മാറ്റിയതിന്റെ കാര്യങ്ങളുണ്ട്. ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, 2 ചോദ്യങ്ങൾ. ഒന്ന്, എതിർക്കുന്നു എന്ന് പറയുന്ന കലാഞ്ഞൂർ മധുവിന്റെ സഹോദരൻ ബാലഗോപാലിനെ തോൽപ്പിക്കാൻ രഹസ്യമായി കൂടെ നിന്ന ബാലകൃഷ്ണപിള്ളയെയും ഗണേഷ് കുമാറിനെയും തോൽപ്പിക്കാൻ പരസ്യമായി നിലപാടെടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞത് സമദൂര സിദ്ധാന്തമാണെന്ന് പറഞ്ഞു. ഡയറക്ടർ ബോർഡിൽ വെച്ച് തന്നെ ഞാൻ ആ സൈസ് ദൂരം ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതൊരു സമദൂര സിദ്ധാന്തമായിട്ട് തോന്നിയിട്ടില്ല, മുഖത്ത് നോക്കി പറഞ്ഞു. രണ്ടാമത്തെ ഞാൻ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് 30 വർഷക്കാലം ഈ വൃത്തികേടുകൾക്കെല്ലാം കൂടെ നിന്ന ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ പ്രസിഡന്റായിരുന്ന ഹരികുമാർ കോയിക്കലിന്റെ മരണമാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഉണ്ടാകത്തില്ല, ഭാര്യയ്ക്ക് അവിടെ ജോലിയുണ്ട്, അവർ പാവങ്ങളൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഹരികുമാർ കോയിക്കൽ നമ്മൾ ലോകത്ത് എവിടെയും പോട്ടെ, ഞാൻ ഒരുപാട് മരണങ്ങളിൽ നമ്മളെല്ലാം പങ്കെടുക്കാറുണ്ട്. മരണം കഴിഞ്ഞ് അതിന്റെ അടക്കം പള്ളിയിലാണെങ്കിലും വീട്ടില് ശ്മശാനത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അടക്കം കഴിഞ്ഞ് ചിത കത്തിച്ചതിന് ശേഷം മാത്രമേ ഏത് മഹത് വ്യക്തിയുടെയും ഏത് പാവപ്പെട്ടവന്റെയും അനുശോചന യോഗം കൂടാറുള്ളൂ. പക്ഷേ ഹരികുമാർ കോയിക്കൽ മരിച്ച് മൃതദേഹം വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ സംസ്കാരത്തിന് മുമ്പേ അനുശോചനം കൂടി മകനെ യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതൊരു ലജ്ജയില്ലായ്മ എന്നതിനെ കുറിച്ചുള്ള ലോകത്തൊരാളെ കൊണ്ടല്ലാതെ അതിന് പറ്റത്തില്ല. ലോകത്ത് വേറെ ആരെ കൊണ്ട്, കാരണം ഈ ഓട്ടോമാറ്റിക്കായിട്ട് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾ പ്രസിഡന്റ് മരിച്ചാൽ പ്രസിഡന്റ് ആവും. അത് 2 ദിവസം കഴിഞ്ഞാലാവും, 3 ദിവസം കഴിഞ്ഞാലാവും. പക്ഷെ ആ ദിവസം തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോയി ഈ ചിത കത്തിക്കുന്നതിന് മുമ്പേ അവിടെ ചെന്ന് യോഗം വിളിച്ചു കൂട്ടി അനുശോചനം രേഖപ്പെടുത്തി. അപ്പൊ ഇത് ഡയറക്ടർ ബോർഡിൽ വന്നപ്പോൾ അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞ് വീണ്ടും കലഞ്ഞൂർ മധുവിനോട് ചിലർ മിണ്ടി. നാണമില്ല. ഇന്നിപ്പോ ഇവിടെ തിരുവനന്തപുരത്ത് സമരം സംഘടിപ്പിക്കുന്ന ഒരു നേതാവിനെ കുറിച്ചാണ് പറഞ്ഞേ. നാണമില്ലാതെ അവരോടൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ ഇറങ്ങിപ്പൊയ്ക്കൂടെ, ഇറക്കി വിടുന്നതിന് മുമ്പേ എന്ന് ആജ്ഞാപിക്കുമ്പോ അത് ഞാനല്ല എന്ന് പറഞ്ഞിരിക്കുക. ഇന്ന് ആരാണ്ടൊക്കെ നേതാവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ആയിട്ട് ജാഥയും കൊണ്ട് വരുമെന്ന് പറഞ്ഞു. ഇന്ന് അല്ലയോ എന്നോട് ഈയിടെ പറഞ്ഞില്ലെങ്കിൽ വരുമെന്നില്ലയോ? ആ ആള് ഇരിക്കുമ്പോ അടുത്ത കസേര കലഞ്ഞൂർ മധുവിന്റെ അടുത്ത കസേരയിൽ ഇരുന്നത് അയാളാ. ഞാൻ അന്വേഷിച്ചു, എന്തോ ചോദിച്ചു, മിണ്ടിയതിന്റെ പേരിൽ പറഞ്ഞതാണ് കലഞ്ഞൂർ മധുവിനോട് മിണ്ടി. അങ്ങനെയുള്ളവർ ഇവിടെ ഇരിക്കരുത്, നാണമുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കോണം, ഇറക്കി വിടുന്നതിനുണ്ട്. പക്ഷെ നാണമില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ പറഞ്ഞു. എന്നിട്ട് ഇന്ന് ഇവിടെ ജാഥ നടത്താൻ വന്നിരുന്നെങ്കിൽ പേര് പറഞ്ഞ് ഞാൻ പറഞ്ഞു വന്നിരുന്നെങ്കിൽ പേര് ഞാൻ വെളിപ്പെടുത്തിയത്. അപ്പൊ ഇതൊക്കെ ലജ്ജയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്തിക്കണ്ണിയെ പോലും നമുക്ക് പറിച്ചു കളയാം. ഇത് അങ്ങനെയല്ല. ഇതിൽ കടന്നു കയറി ഈ മഹാപ്രസ്ഥാനത്തെ നശിപ്പിക്കുകയാണ്. ഞാൻ പറയില്ല, എന്നെ പിരിച്ചുവിട്ടു. എനിക്ക് 200 വോട്ടിലധികം ഭൂരിപക്ഷം നേടി ഞാൻ ജയിച്ചു വന്ന എന്നെ പിരിച്ചുവിട്ടത് ശരിയല്ല എന്ന് പറഞ്ഞു 18 അംഗ കമ്മിറ്റിയിലെ
ഞാൻ നേരത്തെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് എന്തിയെന്ന് ചോദിച്ചിട്ട് സാധനം ഇതാണ് സാധനം. 18-അംഗ കമ്മിറ്റിയിലെ 12 പേർ, ഞാനടക്കം 12 പേർ പറയുന്നു ഞങ്ങൾ ഗണേഷ് കുമാറിനെ പിന്തുണ പിൻവലിച്ചിട്ടില്ല, ഞങ്ങളുടെ യാതൊരുവിധ കുഴപ്പവും കമ്മിറ്റിയില്ലേ, കമ്മിറ്റി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനറൽ സെക്രട്ടറിക്ക് കൊടുത്ത കത്താണിത്. ഇത് കണ്ടില്ല. ഡെമോക്രസിയാണ്, ഡെമോക്രസി. ഈ ഒപ്പിട്ടവരാരും കള്ളമല്ലേ എഴുതിയേക്കുന്നത്. ഇവരെല്ലാവരും അയച്ച വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവർ ഓരോരുത്തരും പറയുന്നുണ്ട് ഞങ്ങൾ ഗണേഷ് കുമാറിനെ പിന്തുണ പിൻവലിച്ചിട്ടില്ല, ഞങ്ങളുടെ കമ്മിറ്റി ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഓരോരുത്തരും പറയുന്ന ഈ 12 പേരിൽ ഞാൻ ഒഴിച്ച് ബാക്കി 11 പേര് പുരുഷന്മാരും സ്ത്രീകളും പറയുന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. കാണണം, ഈ നാട്ടിൽ ജനങ്ങൾ കാണണം. ജനാധിപത്യം, മന്നത്ത് ആചാര്യൻ കൊണ്ടുവന്ന ജനാധിപത്യം. മന്നത്ത് ആചാര്യൻ ഈ ഒരു സമരത്തിൽ ഞാൻ ഒന്നും പറയുന്നില്ല. ഇനി ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. ഞാൻ ഒരു സന്ദേശത്തിന് അടുത്ത് പറയാം. ഈ ധനലക്ഷ്മി ബാങ്കിൽ എന്താണ് നടക്കുന്നത്? ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ഈ കുടുംബത്തിലെ 2 പേര് രാജിവെച്ചു. ഏത് കുടുംബത്തിലെ? ഈ ദേവദാരുവിൽ പടർന്നു കയറിയ കുടുംബത്തിലെ. എന്തിനു രാജിവെച്ചു? അതിലൊരാൾ വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കയറി എന്നാണ് പറയപ്പെടുന്നത്. ധനലക്ഷ്മി ബാങ്കിന്റെ ആരോ പരാതി അയച്ചു. ധനലക്ഷ്മി ബാങ്കിന്റെ നേതൃത്വം ഇത് പിടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ ഇത് ഇതിനകത്തൊരു സത്യം ഉണ്ടെന്ന് പറയാൻ കാര്യം എന്നറിയാം. ഇതിനകത്തൊരു കാര്യമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് NSSന്റെ സർവ്വ താലൂക്കുകളിൽ കിടന്ന പണം ഒറ്റ ദിവസം കൊണ്ട്, ഞാനിത് പറയുന്നത് പരിശോധിക്കാം, രേഖകൾ പരിശോധിക്കാം. ധനലക്ഷ്മി ബാങ്കിന്റെ ശാഖകളിൽ കിടന്ന കോടിക്കണക്കിന് രൂപ NSSന്റെ താലൂക്കുകളെ കൊണ്ട് പിൻവലിപ്പിച്ച് വേറെ ബാങ്കുകളിൽ, ഏത് ബാങ്കിലും ഇട്ടോണം. കോപ്പറേറ്റീവ് ബാങ്കുകളും ഇട്ടിട്ടുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ പണം ഇടരുതെന്ന് എന്ന് മന്നത്ത് ആചാര്യൻ NSSന്റെ ബൈലായിൽ പറയുന്നുണ്ട്. കോപ്പറേറ്റീവ് ബാങ്ക് പൈസ ഇടാൻ പറ്റില്ല, അവിടെ ഇട്ടിട്ടുണ്ട്. വലിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട്. ധനലക്ഷ്മി ബാങ്കിന് എന്തിന് ഒറ്റ ദിവസം കൊണ്ട് പണം വലിച്ചു? കോടിക്കണക്കിന്. ഓരോ താലൂക്കുകളിൽ നിന്നും 1 കോടി, അര കോടി, 2 കോടി, 3 കോടി വെച്ച് ആ ദിവസം എടുത്തു മാറ്റിയത് എന്തിന്? ഈ ബന്ധുവിന്റെ വ്യാജരേഖ കണ്ടുപിടിച്ചു. അപ്പൊ ഈ ബന്ധുവും ഭാര്യയും 2 പേരും രാജിവെച്ചു. അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. രാജിവെച്ചു. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്തു? രാജിയൊന്നും പ്രശ്നമല്ല. അതിലൊരാൾ സ്ത്രീയെ ഒരു ആയുർവേദ ആശുപത്രിയുടെ ചുമതല ഏൽപ്പിച്ചു. 43 പേർക്ക് ജോലി കൊടുത്തത് നമുക്ക് ക്ഷമിക്കാം. പോട്ടെ, അത്യാഗ്രഹം, ഒരു വീട്ടിലാണെന്ന് അത്യാഗ്രഹം വിചാരിക്കാം. ഏറ്റവും വലിയ അഴിമതിയാണ് സ്വജനപക്ഷപാതം. ആ സ്വജനപക്ഷപാതം ഇന്ന് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളും ജനങ്ങളും എതിർക്കുന്ന ഒരു പൊതുസ്ഥാപനത്തിലെ സ്വജനപക്ഷപാതം. കുടുംബത്തിൽ സ്വന്തം വീടോ സ്വന്തം പള്ളിക്കൂടോ ഒക്കെ ആണെങ്കിൽ ആരും വേണം നിയമിച്ചു, കുഴപ്പമൊന്നുമില്ല, അളിയനെ അമ്മാച്ചനെ നിയമിച്ചു. പക്ഷേ ഈ പൊതുസ്ഥാപനത്തിൽ മന്നത്ത് ആചാര്യനെ പോലെ മഹാൻ നാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു നടന്ന് ബസ് കിട്ടാത്തടത്ത് നടന്നുപോയി. ഒറ്റ മുണ്ടെടുത്ത്, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എടാ ഒരു മുണ്ടെടുത്ത് വരും, ഈ മുണ്ട് നനച്ച് മൂപ്പര് ഉടുത്തേച്ച് ഒരു തോർത്തും എടുത്തുകൊണ്ട് അവിടെ ഇരിക്കും, മുണ്ട് ഉണങ്ങുന്നവരെ. അച്ഛൻ പറയുന്ന ആ മുണ്ടഴിച്ച് അവിടെ നനച്ചിട്ട് കോണം കൊടുത്ത് ഒരു തോർത്തും കൊടുത്തേച്ച് അവിടെ ഇരിക്കും. ഈ മുണ്ട് ഉണങ്ങിയതിനു ശേഷം ആ മുണ്ട് ഉടുത്തോണ്ടാ പിന്നെ അടുത്ത യാത്ര. കാരണം പൊതിയും കിട്ടുമൊന്നുമില്ല കയ്യിൽ. കിട്ടുന്നതെല്ലാം കൂടി പൈസ, എന്താ 10 ചക്കയാണെങ്കിൽ അത് അവിടെ വെച്ച് ലേലം ചെയ്ത് കിട്ടുന്ന കാശ് മുണ്ടിൽ ഇങ്ങനെ തിരികെ വെച്ചുകൊണ്ട് നടന്നു. ഉപയോഗിച്ച പേഴ്സും കണ്ണാടിയും അതിൽ കിടന്ന ചില്ലറ പൈസയും വരെ ഈ സമുദായത്തിന് സംഭാവന നൽകി പിരിഞ്ഞുപോയ മഹാനായ അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളെ 2 പേരും ഇവിടെ ഇരിപ്പുണ്ട്. അവർക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. അവരുടെ മുത്തച്ഛൻ ഉറങ്ങുന്ന മന്നം സമാധിയിൽ കയറാൻ പറ്റില്ല. ഈ പുസ്തകത്തിന്റെ പ്രകാശനോടൊപ്പം ഞാൻ നായർ സമുദായം, ലോകത്ത് മുഴുവനുള്ള നായർ സമുദായക്കാരോട് ഞാൻ അഭ്യർത്ഥന, ഇത് NSSനെതിരെയുള്ള സമരമാണ്. ഇത് നായരുടെ അവകാശമാണ്. നായരുടെ കാണപ്പെട്ട ദൈവമായ മന്നത്ത് ആചാര്യനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ ഒരുങ്ങണം. അതിനുള്ള സമരം ഇവിടെ ആരംഭിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബന്ധനത്തിൽ നിന്ന്, അദ്ദേഹം ബന്ധനത്തിലാണ്. ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണം. കാരണം ഏതൊരു നായർ സമുദായത്തിനും മന്നത്ത് ആചാര്യനെ ആദരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവിടെ പുഷ്പാർച്ചന ചെയ്യാൻ അവകാശമുണ്ട്. NSSന്റെ ജനറൽ സെക്രട്ടറി എനിക്ക് മാധ്യമങ്ങൾ മുമ്പ് തന്നൊരു മറുപടിയിൽ പറയുന്നുണ്ട്, ഇതൊരു ദേവാലയമാണ്. ശരിയാണ്, ദേവാലയമാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രം രാവിലെ 4 മണിക്ക് തുറക്കും, ഉച്ചയ്ക്ക് 11:30 കഴിയുമ്പോൾ അടയ്ക്കും, വൈകിട്ട് 5 മണിക്ക് തുറക്കും, രാത്രി 9 മണി 8 മണിയാകുമ്പോൾ 8:30 അടയ്ക്കും. ആറ്റുകാൽ ക്ഷേത്രം, പഴവങ്ങാടി ക്ഷേത്രം, ഇതിനൊക്കെ ചിട്ടയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ മന്നത്ത് ആചാര്യന്റെ ഈ ക്ഷേത്രം എത്ര മണിക്ക് തുറക്കും, എത്ര മണിക്ക് അടയ്ക്കും? ഒരുപാട് നായർ സമുദായങ്ങൾക്കും അല്ലാത്തവർക്കും അവിടെ കയറി പ്രാർത്ഥിച്ചാൽ കൊള്ളാം, ഒരു പുഷ്പാർച്ചന ചെയ്താൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട്. അറിയാൻ നമുക്ക് അവകാശമില്ല. അത് മാധ്യമങ്ങളോട് പ്രസിദ്ധീകരിക്കൂ, ജനങ്ങൾ അറിയട്ടെ. ഈ ഞാൻ കാണിച്ചു തരാം, ഞാൻ അങ്ങനെ ചെയ്ത് കളയും. എന്റെ അഡ്രസ്സ് ഞാൻ 3 അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. ഒന്ന് കീഴൂട്ടരാമയുടെ കൊച്ചുമകൻ, ഒന്ന് ആർ ബാലകൃഷ്ണയുടെ മകൻ, മന്നത്ത് ആചാര്യന് ബലിയിടാൻ മഹാഭാഗ്യം ലഭിച്ച ആർ ബാലകൃഷ്ണയുടെ മകൻ. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. സിനിമാ നടനായ ഗണേഷ് കുമാർ 25 വർഷമായി കഴിഞ്ഞ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുള്ള
മതേതരത്തിന് വേണ്ടി പോരാടിയ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായ ഗണേഷ് കുമാർ. അങ്ങനെ 4 അഡ്രസ് എനിക്കുണ്ട്. ഇതിൽ ഏത് അഡ്രസ്സ് എടുത്തു മാറ്റാൻ പറ്റും? ആരെങ്കിലും ഞാൻ നടന്നു വരുമ്പം സുകുമാരൻ നായരുടെ ഒരു ചിങ്കിടി വരുന്നു എന്ന് ആരെങ്കിലും പറയാറുണ്ട്? എന്നെ കാണാം, ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നി, ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് ആർക്കെങ്കിലും തോന്നി അയ്യോ ലേടെ ഒരു ചിങ്കിടി വരുന്നു എന്ന് പറയാനും പറയത്തില്ല. തലയ്ക്ക് വഴിയുള്ള ഒരുത്തിനും പറയത്തില്ല. അങ്ങനെ കണ്ടിട്ടില്ല. മറ്റേ ഈ പറഞ്ഞ 4 കാര്യവും പറയും. 4 കാര്യവും പറയും. സിനിമാ നടന്റെ കാര്യം പറയും, രാഷ്ട്രീയക്കാരന്റെ കാര്യം പറയും, ബാലേശ്വരയുടെ മോനാന്ന് പറയും, വീട്ടറാമയുടെ കൊച്ചുമോനാന്ന് പറയും, ഇതെല്ലാം പറയും. ഇല്ലേ? മറ്റത് പറയത്തില്ല. ഇവർക്ക് ഈ കൊച്ചുമക്കൾക്ക് അവിടെ കയറണമെങ്കിൽ പൂട്ടിന്റെ താക്കോൽ ചോദിക്കണം. ഞാൻ ഒരു ദിവസം തമാശയ്ക്ക് മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചു, ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സ്മൃതി മണ്ഡപം ശ്രീമതി സോണിയാഗാന്ധി പൂട്ടി വയ്ക്കാൻ പറ്റും? ഒരു കാര്യം ആലോചിക്കണം. മഹാന്മാരായ പലരും വരേണ്ട സ്ഥലമാണ് മന്നത്ത് ആചാര്യന്റെ സ്മൃതി മണ്ഡപം. മന്നത്ത് ആചാര്യന്റെ ജന്മജയന്തി നടത്തേണ്ടത്, ജയന്തി ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിൽ ഉയർന്നു വന്ന പ്രിയപ്പെട്ട നാടിന്റെ അമ്മയാണ് ദ്രൗപദി മുർമു. ആ അമ്മ വന്നിട്ടാണ്, ആ രാഷ്ട്രപതി വന്നിട്ടാണ് മന്നത്ത് ആചാര്യന്റെ ജന്മദിനം ഉദ്ഘാടനം ചെയ്തത്. 100ാം ജന്മദിനത്തിന് പോലും ഒരു പ്രസിഡന്റിനെ, ഒരു പ്രധാനമന്ത്രിയെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ. ശിവഗിരിയിലേക്ക് നോക്കൂ, എത്ര പ്രസിഡന്റുമാർ വന്നു, എത്ര പ്രധാനമന്ത്രിമാർ വന്നു, എത്ര വൈസ് പ്രസിഡന്റുമാർ വന്നു, എത്ര കേന്ദ്രമന്ത്രിമാർ വന്നു, ലോക നേതാക്കൾ വന്നു. എന്തിന്? ഗുരുദേവനോടുള്ള അവരുടെ ആദരവ് അർപ്പിക്കാൻ വന്നവരാണ്. പിന്നെ ജനിച്ചപ്പോൾ തന്നെ ഗുരുദേവൻ ആരാന്ന് പഠിച്ചുകൊണ്ടല്ലേ വരുന്നത്. അവർ പ്രസിഡന്റൊക്കെ ആയതിനു ശേഷം അവർ പദവികളിലെത്തുമ്പോൾ ഗുരുദേവൻ ആരാന്ന് പഠിക്കും. അതുപോലെ മന്നത്ത് ആചാര്യനെ കുറിച്ച് പഠിക്കും. മന്നത്ത് ആചാര്യനെ പറ്റി പ്രസംഗിക്കാൻ ശബരിമലയിൽ വന്നു നമ്മുടെ ആദരണീയായ ഇന്ത്യൻ പ്രസിഡന്റ്. ദളിത് വിഭാഗത്തിൽപ്പെട്ട അമ്മ അവർ വന്ന് ശബരിമലയിൽ തൊഴുതു. അവരെന്തുകൊണ്ട് ചങ്ങനാശ്ശേരി വിളിക്കുന്നില്ല? ഭാഷ അറിഞ്ഞുവിടെങ്കിൽ അറിയാവുന്നവരില്ലേ വേറെ? അവരെ പറഞ്ഞു വിടും. ഏതെങ്കിലും കോളേജിലെ ഒരു പ്രൊഫസറെ പറഞ്ഞു വിട്ടാൽ ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടുവരുമല്ലോ. ഇവിടെ വരുമ്പോൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ചോദിച്ചാൽ നമ്മൾ പപ്പ അടിക്കുമോ എന്നുള്ള പേടി വേണ്ട. റഷ്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും സംസാരിക്കുന്ന ഭാഷ അറിഞ്ഞിട്ടാണ്, ഇംഗ്ലീഷ് അറിഞ്ഞിട്ടാണ്. അല്ലല്ലേ? ട്രാൻസ്ലേറ്റർ വെച്ചാൽ ഇടയിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഈ കോളേജ് പ്രൊഫസർമാരൊക്കെ ഒരുപാട് ഇല്ലയോ? അവർ യോഗ്യതയുള്ളവരുണ്ടല്ലേ? മകളെ പോലുള്ളവരല്ലേ? വേറെ യോഗ്യതയുള്ളവരില്ലേ? മകള് കൂലിക്ക് പുസ്തകം എഴുതി, ആരാ മറ്റു പ്രൊഫസർമാരെ കൊണ്ട് പുസ്തകം എഴുതിച്ചേച്ച് അതെല്ലാം കുത്തിത്തച്ചേച്ച് മകളുടെ പേര് പുസ്തകം ഇറക്കിയെന്ന് പറയാം. പുസ്തകത്തിൽ ഒരു പേര് പോലും മകളതായിട്ടില്ല. മന്നത്ത് ആചാര്യനെ പറ്റി കോളേജിലെ മറ്റ് പ്രൊഫസർമാർ എഴുതിയ സാധനം കുത്തിത്തച്ചതിന് ശേഷം അത് മഹത്തായ ഒരു രചയിതാവ്, എഡിറ്റർ, വളരെ എളുപ്പമുണ്ടല്ലോ കുത്തിത്തച്ച. എന്നാ പിന്നെ പ്രസിൽ കുത്തിത്തച്ച പാവത്തിന്റെ പേര് എഴുതിയാൽ പോലായിരുന്നു ഫ്രണ്ടിൽ. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയാം, ഒരു സമരമുറ മഹാത്മജി സ്വീകരിച്ച പോലെ ഒരു സമരമുറ ഞാൻ പറയാം. മന്നത്ത് ആചാര്യന്റെ സ്മൃതി മണ്ഡപം വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തില്ല എങ്കിൽ ഒരു സമരമുറയാണ്. അതിലെ പോകുന്നവരെല്ലാം ഒരു ശകലം പൂവ് വാങ്ങിച്ച് പോവുക. ഇതുപോലെ ആ പുറത്തെ മതിലിൽ നിന്ന് അകത്തോട്ട് നിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിനുള്ള ആദരവ് അതുപോലെ നടത്തില്ല, ആദരവ് നിർവഹിക്കണം. അതൊരു സമരമുറയാണ്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെ പദയാത്ര നടത്തിയ മന്നത്ത് ആചാര്യൻ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേണ്ടിയിട്ടാണ്. ക്ഷേത്രപ്രവേശനത്തിൽ ഇത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി പദയാത്ര നടത്തിയ മഹാനായ നേതാവാണ് മന്നത്ത് ആചാര്യൻ. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ കയറാൻ അവസരം കൊടുക്കണമെന്ന് അവകാശപ്പെട്ടാണ്. യഥാർത്ഥ വിപ്ലവകാരിയാണ്. ഇപ്പൊ വൈക്കത്തൊന്ന് പോയി നോക്കുമ്പോൾ വൈക്കത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. വൈക്കത്തൊന്ന് പോയി നോക്കണം, ഞാൻ വെറുതെ പറഞ്ഞല്ല. വൈക്കത്ത് പെരിയാർ ഇ വി രാമസ്വാമി നായകരുടെ സ്മാരകമുണ്ട്. മനോഹരമായ രാജകീയമായ കിടപ്പുണ്ട്. അവിടെ ഭയങ്കര ആളുകൾ വരുന്നു, സന്ദർശകർ വരുന്നു, തൊഴുന്നു, പോകുന്നു, അദ്ദേഹത്തിന്റെ ചരിത്രം മനസ്സിലാക്കുന്നു, എല്ലാം. ഇപ്പുറത്ത് മന്നത്തിന്റെ സ്മാരകമുണ്ട്. പൂട്ടിയിട്ടേക്കുക, 3 പൂട്ടിട്ട് പൂട്ടിയേക്കാം. ഒരു വാച്ചർ പോലും ഇല്ല, ഒരു വാച്ചർ പോലും ഇല്ല. ഞാൻ തടവിലാന്ന് പറഞ്ഞ് വെറുതെ എന്ന് തമാശയ്ക്ക് പറഞ്ഞാന്ന് വിചാരിക്കരുത്. വൈക്കത്ത് പോയി നോക്കണം. കഴിഞ്ഞ ദിവസം ഒരു കലയോത്തിൽ നിന്ന് കുറെ ആളുകൾ അവിടെ വൈക്കത്ത് പോയി ഒരു ടൂറ് പോയതാ. നോക്കിയപ്പോ ഇപ്പുറത്ത് പെരിയാറുടെ സ്മാരകം, പെരിയാർ സ്മാരകം ദേവാലയം പോലെ സൂക്ഷിക്കുന്നു. അവിടെ എല്ലാവരും കയറുന്നു, പോകുന്നു, കാണുന്നു. ആശുർ അദ്ദേഹത്തിനെ വന്ദിക്കുന്നു, പോകുന്നു. പുറത്ത് മന്നത്ത് പത്മനാഭന്റെ സ്മാരകം കൊണ്ട് അവിടെ പൂട്ടിയിട്ടേക്കുക. 3 പൂട്ടിട്ട് വാച്ചർ പോലും ഇല്ല. അതിന്റെ താക്കോല് ചങ്ങനാശ്ശേരി ഇരിക്കുക. വരണം, തുറന്നു കൊടുക്കാൻ. ആർക്ക്? പ്രധാനമന്ത്രി എന്നാ തുറന്നു കൊടുക്കൂല, പ്രസിഡന്റ് ഒന്നാ തുറന്നു കൊടുക്കൂല. ഞാൻ ചില ശിവഗിരിയിൽ പ്രസിഡന്റ് വരുന്നില്ലേ, ശിവഗിരിയിൽ പിന്നെ പ്രധാനമന്ത്രി വന്നില്ല. അവിടെയൊക്കെ ഈ പട്ടി കയറും എന്ന് പറയുന്നത് അവിടെ അങ്ങ് പട്ടി കയറിയില്ല, അവിടെ അങ്ങ് കയറിയില്ലല്ലോ. ശിവഗിരി ആശ്രമത്തിലെ പുണ്യഭൂമിയിൽ ഗുരുദേവന്റെ സ്മാരകത്തിൽ സമാധി മന്ദിരത്തിൽ ഒരു നായും കയറിയില്ല. പ്രസിഡന്റ് വന്നു, പ്രധാനമന്ത്രി വന്നു. ഇടുങ്ങിയ ചിന്താഗതിയാണ്. നമ്മുടെ ആചാര്യനെ അനുസ്മരിക്കാൻ, നമ്മുടെ ആചാര്യനെ പ്രകീർത്തിക്കാൻ ആരെയാ കൊണ്ടിരുന്നേ? 50% പോലും മാർഗില്ലാതെ ജോലി കയറാൻ മടിച്ച, സ്വന്തം മകളെ കള്ളമാർഗ് ഇട്ടുകൊടുത്ത് കയറ്റാൻ സഹായിച്ച ഒരാളെ റിട്ടയർഡ് വൈസ് ചാൻസലറാണെന്ന് പറഞ്ഞ് മന്നാ സമാധി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിക.
വന്ന ജയന്തി ഉദ്ഘാടനം ഒന്ന് ആലോചിക്കണം. എത്രത്തോളം നമ്മൾ അധപ്പതിക്കുന്ന നമ്മളെപ്പോഴും ആലോചിക്കേണ്ട. ആചാര്യനെ പറ്റി സംസാരിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അഭിമാനം കൊള്ളണ്ടേ? അവിടെയല്ലേ ഇതിന്റെ വലിപ്പം. ഇത്തരം ഒളിച്ചോട്ടങ്ങൾ എങ്ങോട്ടാണെന്ന് ആലോചിക്കണം. അതുകൊണ്ട് മന്നത്ത് ആചാര്യനെ മോചിപ്പിക്കുക എന്നുള്ള സമരം. ഈ ഒരു പുസ്തകം വളരെ മനോഹരമാണ്. ഈ പുസ്തകത്തിൽ തുടർച്ചയായിട്ട് പുസ്തകങ്ങൾ വരും. കാരണം ഈ പറഞ്ഞ പോലെ അറിയുന്ന ഒരുപാട് ആളുകൾ അവരുടെ ഓർമ്മകളിൽ നിന്ന് ചകഞ്ഞെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രേഖകൾ ഉണ്ട് ഇതിന്റെ പുറകിൽ. ആ സത്യസന്ധമായ ഒരു പുസ്തകമാണ്. അല്ലാതെ ഒരു പുസ്തകം ഞാൻ വായിച്ചു വളരെ ലളിതമാണ്, വളരെ കുറച്ച് സംഭവങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അതൊരു തെളിവുകളോടെ നിരത്തിയിരിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ജുഡീഷ്യറിയെ പോലും സംശയത്തിന് നിലനിർത്തുന്ന ഈ ഒരു പരിപാടി 87 തവണ 89 തവണ ഒരു കേസ് മാറ്റിവെക്കുക ഒരു കോടതി അത് ചെയ്യുമല്ലേ? വൈകി എത്തുന്ന നീതി ലഭിക്കാത്ത നീതിക്ക് തുല്യമാണ്. ശരിയോ തെറ്റോ എന്ന് കണ്ടെത്താൻ ഒരു നീതിപാലകന് ഒരു നീതിപീഠത്തിന് കഴിയാത്തതല്ല. അവധി വെച്ച് പോയിട്ട് NSS ജയിച്ചിരിക്കുകയാണ് കേസിൽ. നമ്മൾ NSSന് ആരും എതിരല്ല. ആരും NSS വിട്ടു പോകരുത്. ഒരു കരയോഗാംഗവും NSSൽ നിന്ന് രാജിവെക്കരുത്. ഒരു കരയോഗം NSS പുറത്തു പോകരുത്. ജനാധിപത്യ രീതിയിൽ പോരാടിക്കൊണ്ട് ഈ ക്രമക്കേടുകൾക്കെതിരെ ഈ ഇത്തിൽ കണ്ണി പറിച്ചു കളയാൻ ജനാധിപത്യത്തിന്റെ പേരിൽ പോരാടണം. കമ്പനി ആക്ടും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് തർക്കങ്ങൾ കോടതിയിൽ നടക്കട്ടെ. നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകണം. നിയമത്തിന് വേണ്ടി പോരാട്ടം ആരും കുറയ്ക്കാൻ പാടില്ല. TK നായർ സാറിനോട് പറയാം, സമരം ഇവിടെ നിങ്ങളെ പറ്റി ആരോപണം എന്താണ്? കലഞ്ഞൂറും മധുവും TK നായരും ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് കുറെ ആളുകൾ NS എതിരെ കേസ് കൊടുക്കും. സുഹൃത്തുക്കളെ, NS എതിരെ ആദ്യം കേസ് കൊടുത്തത് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയുടെ മകളാണ്. ഇവരെക്കാളൊക്കെ മുമ്പേ എന്ന് നിങ്ങൾ ഈ പുസ്തകം വായിക്കും മനസ്സിലാവും. തനിക്ക് യോഗ്യതയില്ലാതെ ജോലിയിൽ കയറി എന്ന പേരിൽ കോടതിയിൽ കേസ് കൊടുത്ത NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ആദ്യം കേസ് കൊടുത്തതിൽ സീനിയോറിറ്റി TK നായർക്കല്ല, പകരം ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയുടെ മകൾക്കാണ്. അത് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുസ്തകം ഒന്ന് മറിച്ച് നോക്കുന്നത് അതിൽ മനസ്സിലാവും. ഇതെല്ലാം മര്യാദകളും കാണിച്ചിട്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഇവിടെ പ്രസ് ക്ലബിലോ തിരുവനന്തപുരം പ്രസ് ക്ലബിലോ ആരാവളം ഉണ്ടാക്കാൻ പറ്റുന്നത് അന്ന് കാണുന്നില്ല. എനിക്ക് സോഹാക്ക് അറിയാവുന്നുണ്ടല്ലേ ഞാൻ പറഞ്ഞത് പ്രസ് ക്ലബിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞത്. ഇതൊക്കെ മര്യാദകൾ. ഇത്തരം ഇത്തിൽ കണ്ണികൾ പറിച്ചെറിയണം. മന്നത്ത് ആചാര്യന്റെ നമുക്ക് ഒറ്റ ഡിമാൻഡാണ് ഇപ്പോൾ ഉള്ളത്. ഒറ്റ ഡിമാൻഡേ വെക്കാവൂ. എല്ലാ ലോകത്തുള്ള മുഴുവൻ നായർ വിഭാഗത്തിൽപ്പെട്ടവർ, അമേരിക്കയിൽ ഇരിക്കുന്ന നായരാണെങ്കിലും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിൽ മന്നത്ത് ആചാര്യന്റെ സമാധി സ്ഥലത്ത് വന്ന് പുഷ്പാർച്ചന നടത്തി പോകാൻ കഴിയണം എന്നതാണ്. ആദരവാണ്. എത്രയോ ആളുകൾ ഞാൻ ശിവഗിരിയിൽ ഗുരുവിന്റെ സമാധി മന്ദിരത്തിൽ എത്രയോ ആളുകൾ രാവിലെ വരുന്നു. അവർ വന്ന് ഒരു ബന്ധമില്ലാത്ത പാവപ്പെട്ടവർ പോലും വന്ന് ഗുരുവിനെ ആരാധിച്ചിട്ട് പോകുന്നു. നല്ലതല്ലേ? ആദരിക്കുകയല്ലേ? അവഗണിക്കാൻ വരുന്നവരാണോ? അല്ല, ആരാധിക്കാൻ വരുന്നവരാണ്, ആദരിക്കാൻ വരുന്നവരാണ്, ഗുരുവിന്റെ അനുഗ്രഹത്തിന് വരുന്നവരാണ് എന്ന് പറഞ്ഞതുപോലെ ആരെയൊക്കെ മറച്ചു. മന്നത്ത് ആചാര്യൻ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ചട്ടമ്പിസ്വാമിയെ അദ്ദേഹത്തിന് ഗുരുവായി സ്വീകരിച്ചു. നായർ സമുദായത്തിന്റെ ഗുരുവായി. ആ ചട്ടമ്പിസ്വാമി തിരുവടികളെ അവഗണിക്കുന്ന ഒരാളാണ് NS അതിന്റെ പിറപ്പ് തീർത്തിരിക്കുന്നത്. ആരാണ് ചട്ടമ്പിസ്വാമി? തിരുവനന്തപുരത്തുള്ള ഏതോ ചട്ടമ്പിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഊച്ചാളി പീസുകാർക്ക് അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ. അടുത്ത് മടി വെച്ചേക്കുന്നുണ്ട്. ഈയിടെ തിരുവനന്തപുരത്തെ യൂണിയൻ പ്രസിഡന്റായ സംഗീത് കുമാറിനെതിരെ ചട്ടമ്പിസ്വാമിയുടെ ജന്മഗൃഹം ഏറ്റെടുക്കാൻ പോയതിന് 68 കേസിൽ പ്രതിയാക്കിയ ഒരു IPS കാരിയെ പിടിച്ച് മടി വെച്ച് പറയുക, എന്റെ ശ്രീ TP ശ്രീനിവാസൻ അത്ര പോരാ, പകരം ഇവര് IAS അക്കാഡമി നടന്നു. IAS അക്കാഡമി ഇങ്ങോട്ട് പോയി നമ്മൾ മുന്നോട്ടല്ല പോകുന്നത്. ഒരു IAS അക്കാഡമി തുടങ്ങി, അത് അടച്ചുകൂട്ടി. കാരണം വീട്ടിലാരും IASന് ഫ്രീ ആയിട്ട് പഠിക്കാനില്ലാത്തത് കൊണ്ടാണ്. ചായക്കട തുടങ്ങാം, നമുക്ക് പത്മ കഫേ തുടങ്ങാം. അന്നത്തെ പപ്പനാവനെ നാണക്കെടില്ല. നായന്മാരെ ചായക്കട നടത്തിയിരുന്നെന്ന് 5 സ്റ്റാർ ഹോട്ടൽ നടന്നിടത്തോട്ട് കൈപിടിച്ചു ഉയർത്തിയ മന്നത്ത് പപ്പനാവന്റെ പേര് ചായക്കട തുടങ്ങാന്ന് പറഞ്ഞാൽ മന്നത്ത് പപ്പനാവന് നാണക്കെടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം നായർ ഉയരണം, വളരണം, വലിയ നിലയിലെത്തണം. ഓമന കുഞ്ഞമ്മയ്ക്ക് വലിയ വിജയം ലഭിച്ചു. പരീക്ഷയിൽ MSc റാങ്ക് കിട്ടി. വനിത ആദ്യമായിട്ട് ഓമന കുഞ്ഞമ്മയെ വിളിച്ചു വരുത്തി ആദരിച്ച ആളാണ് മന്നത്തെ പത്മനാഭൻ. ഒന്ന് ആലോചിക്കണം. വേണമെങ്കിൽ ഓമന കുഞ്ഞമ്മയെ കണ്ടില്ലെന്ന് വെച്ചാൽ പോലെ അതൊരു നായര. തിക്കുറിശി സുകുമാരൻ നായരുടെ സഹോദരിയായിരുന്ന തിരുവനന്തപുരം കളക്ടറായിരുന്ന ശ്രീമതി IAS കാരിയായിരുന്ന ശ്രീമതി ഓമന കുഞ്ഞമ്മയ്ക്ക് ആദ്യമായി MScക്ക് റാങ്ക് കിട്ടുമ്പോൾ അവരെ ആദരിക്കാൻ ആദ്യമെത്തിയത് മന്നത്ത് പത്മനാഭനാണ്. ഇവിടെ സോമനാഥ് നായരലിയും ISRO ചെയർമാനായി കണ്ട പാവം നടിച്ചു. വൈക്കം കരയോഗം അദ്ദേഹത്തിനെ അനുമോദിച്ചു എന്നതാണ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. വൈക്കം കരയോഗം ആദ്യം കയറി സോമനാഥനെ അംഗീകരിച്ചു. അതുകൊണ്ട് അയാൾ ഇവിടെ കയറ്റത്തില്ല. ചേർത്തല താലൂക്ക് യൂണിയനിലെ സജീവ പ്രവർത്തനായ ഒരു കരയോഗം പ്രസിഡന്റിന്റെ മകനായിരുന്നു സോമനാഥ്. കരയോഗം പ്രസിഡന്റ് മോനാ. പക്ഷേ
വൈക്കം താലൂക്ക് യൂണിയൻ സോമനാഥനെ അനുമോദിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കി. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് സോമനാഥനെ ഇവിടെ കയറ്റത്തില്ല. ഇപ്പോഴത്തെ ISRO ചെയർമാനാണ്, പത്തനാപുരത്തുകാരനാണ്, ഒരു നായരാണ്, കരുവത്തിൽ അംഗം, കണ്ടതായിട്ട് നടിച്ചു. മോഹൻലാലിനെ വിളിച്ചോണ്ട് പോയി. മോഹൻലാലിനെ കാണാൻ ജനങ്ങൾ തടിച്ചുകൂടി. സ്വാഭാവികമല്ലേ, മോഹൻലാലിനെ പോലെ വലിയ ആക്ടർ വരുമ്പോൾ എല്ലാ സമുദായക്കാരും ചെറുപ്പക്കാരും. അപ്പൊ ഈ മോഹൻലാൽ വരുന്നറിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ മന്നത്തിന്റെ ജയന്തിക്ക് പോകാത്ത പിള്ളേരും കൂടെ കയറി വേണ്ടിക്ക്. അമ്മ ഞാനും വരുന്നു, മോഹൻലാലിനെ കാണണം. തെറ്റു പറയാൻ പറ്റൂ? കുഞ്ഞുങ്ങളെ വരണ്ടാന്ന് പറയാൻ പറ്റൂ? കൊണ്ടുവന്നു. ഇത് കണ്ടപ്പോഴത്തേക്ക് ഇളക്കമായി. മോഹൻലാലിനെ പോലെ ഒരു 10-20 വയസ്സുള്ളപ്പോൾ അഭിനയം തുടങ്ങിയാൽ പോരായിരുന്നു. എന്തിനാ അവിടെ ഇരുന്ന് ഈ കുഴപ്പം ഉണ്ടാക്കുന്നത്? എന്നാ പിന്നെ മോഹൻലാലിനെ പോലെ ആളുകൾ കാണാൻ വേണ്ടി തിക്കി തിരക്കേക്ക് വന്നതിനല്ലോ. ഈയിടെ തടവി കിടന്നിരുന്ന പണിക്കർ സാറിന്റെ ഒരു ബന്ധുവാണ് ഈ നന്ദ ഗോവിന്ദ്, ഭജനമുണ്ടല്ലോ, നന്ദഗോവിന്ദ് ഭജനടത്ത പയ്യൻ. അതറിയാതെ വിളിച്ചോണ്ട് വന്നു. രാവിലെ 9:30 ഭജന വെച്ചു. അപ്പൊ പറഞ്ഞു കൂടെ പാടാൻ സമ്മതിക്കത്തില്ല ഇവിടെ. അല്ല, അവരെ ഭജന രീതി തന്നെയാണ്, എല്ലാവരും പാടുന്നു, ഓഡിയൻസ് കൂടെ പാടുന്നു. ഇതാണ് അവരുടെ രീതി. അവിടെ പറ്റില്ല. പണിക്കരുടെ ബന്ധു, ആനന്ദ പണിക്കരുടെ ബന്ധം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവർ കേട്ടില്ല. പിന്നെ അറിഞ്ഞു. പക്ഷേ എന്തോ 9:30 പാട്ട് തുടങ്ങി, 10:30 പാട്ട് നിർത്തിച്ച്. പാട്ട് നിർത്തിയിട്ട് പന്തല് നോക്കുമ്പോൾ ആരും പന്തലില്ല. പാട്ട് കേൾക്കാനായിരുന്നു ആൾക്കാർ വന്നേ. അവരെല്ലാം ഊണ് കഴിക്കാൻ പോയി, അതുവഴി വീട്ടിലോട്ടും പോയി. കാരണം മന്നം ജയന്തിക്ക് പ്രസംഗിക്കാൻ വന്നവർ പറഞ്ഞ എന്തോന്നാ, പറഞ്ഞവർക്കും മനസ്സിലായില്ല, പാടിയവർക്കും മനസ്സിലായില്ല. അവരവരെ കാര്യം പറഞ്ഞിട്ട് പോയി. ഞാൻ മഹാകവിയാണ്, ഞാൻ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അവർ പാടി. ഈ വക ഗോഷ്ഠികളാണ് നമ്മൾ കാണുന്നത്. ഒരു ആചാര്യന്റെ മറവിൽ, ആചാര്യന്റെ തണലിൽ നിന്നോട്ട് എല്ലാ ആചാര്യന്റെ കറവില്ല. ഞാൻ ആലോചിച്ചു, എന്റെ അച്ഛൻ മരിക്കാനും പറഞ്ഞായിരുന്നു ഈ ആചാര്യനും പുള്ളിയായിട്ട് കണ്ടുപോലും കാണത്തില്ല. ചീത്തവലം വിളിച്ചെങ്കിലേ ഉള്ളൂ, അല്ലാതെ മുമ്പിലോട്ട് പോയിട്ട് ഇടാന്ന് പറഞ്ഞു. അതാണല്ലോ പറഞ്ഞത്. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള സാറ് ഇരിക്കുന്ന സമയത്ത് വാതിൽ, സ്പ്രിങ് വെച്ച വാതിലുണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ വെച്ച്, സ്പ്രിങ് വെച്ച പഴയ വാതിൽ. ഇപ്പൊ അങ്ങനത്തെ വാതിലില്ല. ഇപ്പൊ അങ്ങനല്ല. ഇപ്പം ഞാനൊരു നടൻ കൂടി ആയതുകൊണ്ട് കാണിച്ചു തരാൻ പോകുന്നത് ശരിയല്ല. ഇപ്പൊ നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോയാൽ താഴെ നിന്ന് ക്യാമറയിൽ കൂടെ വല്ലതും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചെല്ലുമ്പോൾ ഇവിടെ ഒരാൾ വന്നിട്ട് നമ്മൾ പൂച്ചകരി വന്നാൽ പോലും അറിയും. എന്താ പൂച്ച എന്താ ഇവിടെ? ആരെങ്കിലും മാന്യന്മാരെ കയറി വരുന്ന കേട്ടോ. ചിലപ്പം വല്ല ശശി തരൂരിനെ പോലെയൊക്കെയുള്ള വലിയ ആൾക്കാരെ കയറി വരുന്നത്. വന്നാൽ ആദ്യം കുനിഞ്ഞിരിക്കും. അപ്പൊ നമ്മളായിരിക്കും തറയിലാണ്ട് കളഞ്ഞു വരും. മേശയുടെ അടിയിൽ എന്തോ ഒരു സാധനം പോയതുപോലെ ഒരു അഭിനയമുണ്ട്. ഇത് ഞാൻ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നില്ല. പോയി കണ്ട പിന്നെ തലകുറി, പേനിന്റെ അസുഖം, പിന്നെ അങ്ങോട്ട് നോക്കത്തില്ല കേട്ടോ. ഇവിടെ നിൽക്കുന്ന മാന്യനെ നോക്കത്തില്ല. അപ്പൊ ഇരിക്കരുത് അയാള്. എനിക്കുള്ള കുഴപ്പം ഞാൻ ഇരുന്ന് കളയും. കാരണം ആരെ മോനെ ഇരിക്കും, ഞാനിരിക്കും. അപ്പം പിന്നെ അവിടെ എവിടേക്ക് നോക്കും, മുഖത്ത് നോക്കും. പക്ഷെ ഒരു എക്സ്പ്രഷനും ഇല്ല കേട്ടോ. അങ്ങനെ ഇരിക്കാൻ ലോകത്ത് ആരെ കൊണ്ടും പറ്റത്തില്ല. കാരണം മുഖത്തേക്ക് നോക്കിയപ്പോൾ ശ്രീ ശശി തരൂർ അവിടെ നിൽക്കുക. ഉദാഹരണമാണ്, ഒരു മണി അടിക്കും, ഉടനെ ആള് വെളിയിൽ വരും. സൂപ്പറുണ്ട് പോയോ? 7 മണിയായി. ഏത് താലൂക്ക് യൂണിയനാണ് പിരിച്ചുവിടാൻ പറ്റുന്നത്? രാത്രി സന്ധ്യക്ക് 7 മണിക്കാണ് പിരിച്ചുവിടുന്നത് കേട്ടോ. 7 മണി, 8 മണി, 12 മണിക്കൊക്കെയാണ് താലൂക്ക് യൂണിയൻ പിരിച്ചുവിടുന്നത് രാത്രി. ഇത് തന്നെ പരിപാടി. എന്നാൽ ഇരിക്കാൻ പറയും, ചായ കൊടുക്കാൻ പറയും. പിന്നെ കുറച്ചു നേരം ഞാൻ പറയും ചായ കൊടുക്കും. അവിടെ പോയാൽ പിന്നെ പോകരുതെന്നേ തോന്നുള്ളൂ. പോയിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നത്. മന്നത്ത് ആചാര്യന്റെ കൊച്ചുമക്കളൊന്നും പോയി കാണത്തില്ല. കാരണം നാണം കിടണ്ടെന്ന് വിചാരിച്ച് പോകാറില്ല. കാരണം എല്ലാത്തില്ല. അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ഈയിടെ പറഞ്ഞൊരു കമന്റ് ഇന്നലെ എന്നോട് മണിക്കുട്ടൻ പറഞ്ഞു, കമ്പനി ആക്ട് പ്രകാരമുള്ള പോരാട്ടമൊക്കെ നടക്കട്ടെ, പക്ഷെ മന്നത്ത് ആചാര്യന്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം ഉണ്ടാവുന്നത്. അത് പൊതു സ്വത്താണ്, അതിനുവേണ്ടി പോരാടണം എന്ന് പറഞ്ഞു. വളരെ ശരി. ഞാനിപ്പോൾ എനിക്കും പറയാനുള്ള അതേ ഉള്ളൂ. മന്നത്ത് ആചാര്യനെ സമൂഹത്തിന്റെ ഉന്നതിയിലെ ജനങ്ങൾക്ക് കാണാൻ ലോകത്ത് എവിടെയുമുള്ള നായർ, വേറെ ഇത് മണ്ടത്തറയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഡൽഹി നായരും ബോംബെ നായരും ഒന്നുമില്ല. മന്നത്ത് ആചാര്യൻ ഇത് രജിസ്റ്റർ ചെയ്ത ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. അന്ന് ഇന്ത്യൻ കമ്പനി ആക്ടേ ഉള്ളൂ. ഇന്ത്യൻ കമ്പനി ആക്ടിൽ രജിസ്റ്റർ ചെയ്ത സാധനമാണ് അവിടെ കിടപ്പുണ്ടത്. രജിസ്റ്റർ ചെയ്തായിട്ട് റിട്ടേൺ കൊടുത്തില്ലെന്നേ ഉള്ളൂ. അപ്പൊ ആ ആക്ട് പ്രകാരം ഡൽഹിയിലുള്ള നായർക്ക് ഇതിനകത്ത് കാര്യമുണ്ട്. ഇന്ത്യ മുഴുവൻ വന്ന ബ്രിട്ടീഷുകാരത് ഒറ്റതേ ഉള്ളൂ. പിന്നെ കേരളം രൂപീകരിച്ചെന്ന അതിനുശേഷം കേരളത്തിലെ ആക്ടൊക്കെ വരുന്നത്. ഇതൊക്കെ ആളുകളെ പറഞ്ഞു പറ്റിക്കുകയാണ്. NSSനെതിരെ കേസ് കൊടുക്കുന്നു, NSനെതിരെ കേസ് കൊടുക്കുന്നു. പലരും എന്നോട് ചോദിച്ചു, ഭൂരിപക്ഷം ഉണ്ടായിട്ടും യൂണിയൻ പിരിച്ചുവിട്ട് നിങ്ങൾ എന്താ കേസ് കൊടുക്കാത്തത്? NSന് കേസ് കൊടുത്തു, എതിരെ കേസ് കൊടുത്തു എന്നുള്ള ചെയ്ത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് NSന് എതിരെ നിൽക്കരുത്. ഞാൻ NSനെതിരെ നിൽക്കത്തില്ല. ഞാൻ NSന്റെ കൂടെ നിൽക്കും, NSനകത്ത് നിൽക്കും. തെറ്റുകളെ തിരുത്താനുള്ള പോരാട്ടത്തിൽ ആരൊക്കെ രംഗത്തുണ്ടോ അവരോടൊപ്പം ഞാൻ ഉണ്ടാകും.
ഈ തെറ്റുകളെ തിരുത്തി തന്നെയാണ്. സ്വജനപക്ഷപാതത്തിലുള്ള സ്ഥലമല്ല നായർ സർവീസ് സൊസൈറ്റി. ഏറ്റവും നായർ സർവീസ് സൊസൈറ്റിയിലെ ഏറ്റവും പാവപ്പെട്ടവരായ ആളുകളുടെ മക്കൾക്ക് വേണം സ്കൂളുകളിൽ ജോലി കൊടുക്കാൻ. ഞാൻ 3 വർഷക്കാലത്തിലധികം 4 വർഷത്തോളം എൻ്റെ പിതാവിൻ്റെ മരണശേഷം പത്തനാപുരം NSS ആലപ്പുഴ പ്രസിഡന്റായിരുന്നു. എൻ്റെ യൂണിയനിലെ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മാത്രമേ 4 ജോലികൾ കൊടുക്കാൻ അവസരം എനിക്ക് തന്നിട്ടുണ്ട് ചങ്ങനാശ്ശേരിയിൽ. ആ 4 ജോലിയും എൻ്റെ യൂണിയനിലെ ഏറ്റവും പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കാണ് കൊടുത്തത് എന്ന അഭിമാനത്തോടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ആർക്ക് വേണം അന്വേഷിക്കാം. എൻ്റെ അച്ഛൻ 64 വർഷം താലൂക്ക് പ്രസിഡന്റ് ആയിരുന്നു, NSS ഡയറക്ടർ ഉണ്ടായിരുന്നു. കിടങ്ങൂരിന്റെ കാലം മുതൽ അദ്ദേഹം സജീവമായി എല്ലാ കാര്യത്തിലും ഉണ്ട്, മന്നത്തിന്റെ കാലമുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഒരു ബന്ധുവിനെയും അച്ഛൻ NSSൽ കയറ്റിയിട്ടില്ല. അച്ഛൻ്റെ അനന്തരവരെ സഹോദരിയുടെ മക്കളെയൊക്കെ ജോലി കയറ്റിയിട്ടുണ്ട്, കോളേജിൽ പ്രൊഫസറായിട്ടും ഒക്കെ. ഇവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളിൽ കയറ്റിയിട്ടുണ്ട്. ക്രിസ്ത്യൻ കൂർലോസ് തിരുമേനിയുടെ കൊട്ടാരക്കര ഗ്രിഗോറിയസ് കോളേജിൽ അച്ഛൻ്റെ അനന്തരവനെ ജോലി കയറ്റിയിട്ടുണ്ട്, തിരുമേനിയോട് പറഞ്ഞിട്ട്. പക്ഷേ NSSൽ പറഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ബന്ധുക്കൾക്കോ അനന്തരവർക്കോ NSS ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. NSS ഒരു പള്ളിക്കൂടത്തിൽ അച്ഛൻ മാനേജറായി അച്ഛൻ സ്ഥാപിച്ച മന്നം മെമ്മോറിയൽ സ്കൂള് പത്തനാപുരം വിളക്കുടി, അവിടെ ഒരു അച്ഛനെ തന്നെ നിയമിക്കാം, ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ വേണ്ട, അവിടെ പോലും അച്ഛൻ്റെ ഒരു ബന്ധുവിനെ നിയമിച്ചിട്ടില്ല. അതുകൊണ്ട് അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാം, ഈ സ്വജനപക്ഷപാതം നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. അത് ബ്രിഗേഡിയർ പറയും. ബ്രിഗേഡിയർ എന്നെ എന്തിനു പിരിച്ചുവിട്ടു എന്ന്, എന്നെ എന്തിനു യൂണിയൻ പ്രസിഡന്റാണ് പിരിച്ചുവിട്ടു എന്നുള്ള ബ്രിഗേഡിയറുടെ ഒരു കഥയുണ്ട്. നടന്ന സംഭവം ബ്രിഗേഡിയർ കണ്ട കാര്യമാണ്, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് ബ്രിഗേഡിയർ പറഞ്ഞോളൂ, അദ്ദേഹം കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്വജനപക്ഷപാതം അതിനെതിരെ നമ്മൾ നിൽക്കണം. അത് അഴിമതിയാണ്, ആ അഴിമതിയാണ് എതിർക്കേണ്ടത്. അത് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. NSSനെതിരെ കേസ് കൊടുത്തത്, ആദ്യത്തെ കേസ് കൊടുത്ത ആൾ TKG നായർ അല്ല. NSSനെതിരെ കേസ് കൊടുത്ത ആൾ ആരാണെന്ന് ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. അതുപോലെ എല്ലാ ക്രമക്കേടും, സാമ്പത്തിക ക്രമക്കേടുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. സ്വജനപക്ഷപാതം എന്ന ക്രമക്കേട് അതൊരു അഴിമതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. നമ്മൾ ഇന്നും TV തുറന്നാൽ ഇപ്പോഴും പറയാം, എന്താ മന്ത്രി ബന്ധുവിനെ നിയമിച്ചു. ഇത് മാധ്യമങ്ങൾ എടുത്തു കാണിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ അഴിമതിയായി കാണിക്കുന്ന സ്വജനപക്ഷപാതം തന്നെയാണ്. മന്നത്താചാര്യൻ അദ്ദേഹത്തിന്റെ കൊച്ചുമകൾക്ക് ജോലി കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം വരെ ബുക്കിൽ പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് അന്തസ്. അന്തസ്സില്ലായ്മയ്ക്കെതിരെ പോരാടണം. മന്നത്താചാര്യനെ വൈക്കത്ത് നിന്ന് തന്നെ ഒരു ജാഥ ആരംഭിക്കണം. ഞാൻ പല ഭാഗത്തും NSSന്റെ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുന്നവരുണ്ട്. പക്ഷെ പലരും പല സ്ഥലത്ത് പല ഗ്രൂപ്പായിട്ട് നിൽക്കുക. അവരോടെല്ലാവരുമായിട്ട് ഞാനൊരു സ്നേഹാഭ്യർത്ഥന നടത്തുകയാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്നിക്കുക. മന്നത്താചാര്യനെ ഒറ്റ സമരം, മന്നത്താചാര്യന്റെ സ്മൃതി മണ്ഡപം എല്ലാവർക്കും ആദരിക്കത്തക്ക രീതിയിൽ തുറന്നു കൊടുക്കണം എന്ന വിഷയത്തിൽ ഒരു സമര പരിപാടി ആരംഭിച്ചുകൊണ്ട് സമാധാനത്തിന്റെ പാതയിൽ. അത് തുറന്നു തരില്ലെങ്കിൽ ആ മതിലിന്റെ പുറത്തു നിന്ന് നിങ്ങൾ അതിലെ കടന്നു പോകുമ്പോൾ ഒരല്പം വീട്ടിൽ പൂത്തു നിൽക്കുന്ന ഒരു റോസാപ്പൂവെങ്കിലും പറിച്ചുകൊണ്ടുവന്ന് ആ മതിലിന്റെ ഉള്ളിലേക്ക് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന സങ്കല്പം നിക്ഷേപിച്ചിട്ട് പോകണം. അതൊരു സമരമുറയായി മാറണം. ഒരു സമാധാനത്തിന്റെ സമരമാണ്, അക്രമത്തിന്റെ സമരമല്ല. വൈക്കത്ത് നിന്ന് ഒരു ജാഥ നടത്തേണ്ടിയിരിക്കുന്നു. മന്നം സമാധിയിലേക്ക് ക്ഷേത്രങ്ങൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി യാത്ര നടത്തിയ പോലെ വൈക്കത്ത് നിന്നും ഒരു ജാഥ ചങ്ങനാശ്ശേരിയിലേക്ക് നടത്തേണ്ടിയിരിക്കുന്നു. മന്നത്താചാര്യന്റെ സ്മൃതി മണ്ഡപം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണം. ആരാധിക്കാൻ, അല്ല നശിപ്പിക്കാനല്ല, ആരാധിക്കാൻ തുറന്നു കൊടുക്കണം. ഇനി മേലിലെങ്കിലും ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീമതി ദ്രൗപദി മുർമു, ലോകം ആദരിക്കുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും മഹത്തായ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ നാടിന്റെ അഭിമാനമായ ശ്രീമതി ദ്രൗപദി മുർമുവിനെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി അടക്കമുള്ള വ്യക്തികളെ മന്നത്തിനെ പറ്റി പ്രസംഗിക്കാനും മന്നത്തെ പറ്റി ആദരിക്കാനും കൊണ്ടുവരണം. അല്ലാതെ മക്കൾക്ക് ഉപകാരം ചെയ്യുന്നവരെയല്ല. ധനലക്ഷ്മി ബാങ്കിൽ നിന്നും പണം വിഡ്രോ ചെയ്ത് മാത്രമല്ല, ധനലക്ഷ്മി ബാങ്കിനെ ഉപദ്രവിക്കാൻ അന്നത്തെ മുന്നോക്കക്ഷേമ കോർപ്പറേഷൻ ചെയർമാനായിരുന്ന പ്രേംജിത്തിനെ നിർബന്ധിച്ചു. മന്നത്തെ ആദ്യം പറഞ്ഞു ധനലക്ഷ്മി ബാങ്കിന് അക്കൗണ്ട് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തതിന് ശേഷം ഉപദ്രവിക്കാൻ പറഞ്ഞു അത് ഗവൺമെന്റ് കാര്യമാണ്, പറ്റില്ല. അപ്പൊ ഗവൺമെന്റ് സെക്രട്ടറി പറഞ്ഞു പറ്റില്ല, അങ്ങനെ തോന്നുമ്പോൾ മാറ്റാനും തോന്നുമ്പോൾ വെക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഇയാൾ എന്ന് പറഞ്ഞു അയ്യോ പറ്റില്ല. അതുകൊണ്ടെന്ന് പറ്റിയെന്ന് വെച്ചാൽ അയാളെ കരയോഗത്തിലെ ഇലക്ഷൻ ഇല്ല. അടൂര് അയാളെ അയാൾ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് വെച്ചാൽ അയാളെ കരയോഗത്തിലെ ഇലക്ഷൻ ഇല്ല. ഇത്ര ചീപ്പാണെന്ന് അറിയാം. സോ ചീപ്പ് എന്ന് പറയില്ലേ. മോഹൻലാൽ ഒരു പടത്തിൽ ഒരു ചീപ്പ് തലയിലെങ്കിൽ വെച്ച്, അപ്പൊ ചീപ്പ് എന്ന് പറയും. അല്ല, തലയിൽ ചീപ്പിരിക്കുന്നു എന്ന് പറഞ്ഞാണെന്ന് പറയില്ലേ. എന്ന് പറഞ്ഞതുപോലെ തലയിൽ ചീപ്പിരിപ്പുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നല്ലതാണ്. വളരെ ചീപ്പായിട്ട് പെരുമാറരുത്. കാരണം വെച്ചാൽ അന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഗുരുവായൂർ ദേവസ്വത്തിൽ ധനലക്ഷ്മി ബാങ്കിനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. ധനലക്ഷ്മി ബാങ്ക് ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ വന്നെങ്കിലും അന്വേഷണമൊക്കെ ഉത്തരവിട്ടെങ്കിലും കള്ള സർട്ടിഫിക്കറ്റോട് ജോലി കയറിയാൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണ്ടേ? അതാണ് നമ്മൾ കള്ള സർട്ടിഫിക്കറ്റുമായിട്ടാണ് ജോലി കയറി, ശമ്പളവും വാങ്ങിച്ചു. കുറെ കാലം കഴിഞ്ഞ്
രാജിവെച്ച് പോയി എന്ന് പറഞ്ഞ് കേസ് ഡിപ്പാർട്ട്മെന്റ് തല കേസ് നടക്കും, പക്ഷേ പോലീസ് കേസുണ്ട്. ആ കേസ് കൊടുക്കുകയില്ല എന്ന് ഉറപ്പ് കിട്ടി. ഉറപ്പ് കിട്ടിയെന്ന് പറഞ്ഞ് ഇനിയിപ്പം ധനലക്ഷ്മി ബാങ്കിനോട് സഹകരിക്കുന്നൊന്നും കുഴപ്പമില്ല. ഏതാ ഓന്ത് മാറുന്നതൊക്കെ രാവിലെ പറഞ്ഞ് പാറാൻ പറഞ്ഞു. നാളെ ഇന്ന് 12 മണിക്ക് മുമ്പ് എല്ലാ അക്കൗണ്ടും മാറ്റണമെന്ന് പറഞ്ഞു. എല്ലാവരും ഓടിപ്പോയി മാറ്റിയില്ല. നിങ്ങൾ രേഖ പരിശോധിച്ചു, ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ രേഖ പരിശോധിച്ചു. മാറ്റി കഴിഞ്ഞവൻ പറഞ്ഞു ഇനി തിരിച്ചു വിടുന്നു പറഞ്ഞു. എന്താണെന്നറിയാം, മറ്റൊരു പറഞ്ഞു ഞങ്ങൾ ഇനി ഘടിപ്പിക്കുന്നില്ല, ഞങ്ങൾ പോലീസ് കേസിനോ കാര്യങ്ങൾക്കോ പോവുകയില്ല, വ്യാജ സർട്ടിഫിക്കറ്റ് വിഷയം ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ സഹകരിച്ചോളൂ എന്ന് പറഞ്ഞു. ആരാണ് ഇതിൽ ബുദ്ധിമുട്ടിയത്? ഒരു ദിവസം കൊണ്ട് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് പോകുമ്പോൾ പാവപ്പെട്ട മൈക്രോ ഫൈനാൻസ് എടുത്ത ഒരുപാട് വനിതകളാണ് ഇതിനകത്ത് ബുദ്ധിമുട്ടിയത്. പാവപ്പെട്ട വനിതകളാണ് ബുദ്ധിമുട്ടിയത്, വനിതാ സമാജാംഗങ്ങളാണ് ബുദ്ധിമുട്ടിയത്, സംഘങ്ങളിൽപ്പെട്ടവരാണ് ബുദ്ധിമുട്ടിയത്. ഇതെല്ലാം മനസ്സിലാക്കണം. അവനവന്റെ വീട്ടിലെ ഓരോ ഹുങ്ക് കാണിക്കാൻ അവർ കാണിക്കുന്ന തെറ്റിന് അനുഭവിക്കേണ്ടത് പാവപ്പെട്ടവരാണ്, ഈ സ്ത്രീകളാണ്, ഈ സംഘത്തിൽപ്പെട്ട പാവപ്പെട്ട സ്ത്രീകളാണ്. ഇതൊക്കെ ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആര് പൂച്ചയ്ക്ക് മണി കെട്ടും എന്നുള്ളതാണ് വിഷയം. പൂച്ചയ്ക്ക് ഒറ്റയ്ക്ക് മണി കെട്ടണ്ട, എല്ലാവരും പറയണം. ലോകത്തെമ്പാടുമുള്ള നായരോട് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കും, നിങ്ങൾ ഒരുമിച്ച് വന്ന് മന്നത്ത് ആചാര്യന്റെ വേറെ ഡിമാൻഡൊന്നുമില്ല. അവര് ഭരണഘടന ലംഘിക്കുകയോ ജനാധിപത്യം ലംഘിക്കുകയോ എന്ത് വൃത്തിയോടെ കാണിക്കട്ടെ, പക്ഷേ മന്നത്ത് ആചാര്യനെ ആരാധിക്കാനും അദ്ദേഹത്തിന്റെ സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ചെയ്യാനും എല്ലാ നായർക്കും അവകാശമുണ്ട്. നായർ മാത്രമല്ല, മന്നത്ത് ആചാര്യനെ ആദരിക്കുന്ന ഏത് സമുദായത്തിൽപ്പെട്ടവർക്കും. അവിടെ ജാതി മതങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്. ആ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം സബലീകരിക്കാൻ എത്രയും പെട്ടെന്ന് ഈ കവാടങ്ങൾ തുറന്നു കൊടുക്കണം സാധാരണക്കാർക്ക്, ലോകത്തെമ്പാടുമുള്ള നായർക്ക്. അമേരിക്കയിലൊരു നായർ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലൊരു നായർ കേരളത്തിൽ വന്നാൽ തൻ്റെ കുഞ്ഞുമായി വന്ന് ഇതാണ് നമ്മുടെ ആചാര്യന്റെ സമാധി മണ്ഡപം, ഇവിടെ നമുക്ക് ആരാധിക്കാം. മന്നത്ത് ആചാര്യന്റെ ചരിത്രത്തിൽ നിന്ന് മായ്ക്കാൻ ശ്രമിക്കുകയാണ് NSS. എന്താ കാര്യം അറിയോ? മന്നത്ത് ആചാര്യൻ സംബന്ധിച്ച് ചങ്ങനാശ്ശേരി NSS ഓഫീസിന്റെ ഒരു രൂപമുണ്ട് നമ്മുടെ മനസ്സിൽ, ചങ്ങനാശ്ശേരി ഹെഡ്ക്വാർട്ടേഴ്സ്. അതിന്റെ മുമ്പിൽ ഒരു സ്മാരകം ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിക്ക് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റ് കെട്ടിടം പണിയാണ് അതിന്റെ മുമ്പിൽ. ഇതെന്നറിയാം, മന്നത്തിന്റെ ആ പഴയ NSSന്റെ എംബ്ലോ എല്ലാം വെച്ചുള്ള ആ മണ്ഡപത്തെ, ആ മന്ദിരത്തെ, ആസ്ഥാന മന്ദിരത്തിനെ മറയ്ക്കാൻ ഫ്രണ്ടിൽ ഒരു ബഹുനില മന്ദിരം പണിയാണ്. അപ്പൊ മന്നത്ത് പത്മനാഭനെ പോലും മറയ്ക്കാൻ ശ്രമിക്കുന്ന, ചരിത്രത്തിന്റെ ഉള്ളിലേക്ക് തള്ളി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു തരം താഴ്ന്ന നേതൃത്വം NSSന് വേണോ വേണ്ടിയോ എന്ന് മാസമായിട്ട് ആലോചിക്കണം. ഒന്നും രണ്ടും അല്ല, ഡൽഹിയിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരുടെ പാർട്ടികളുടെ കൂട്ടായ്മ പോലെ, ആ യുവാക്കളുടെ കൂട്ടായ്മ പോലെ കരുത്തോടെ നായർ ഒന്നിച്ചൊഴുകണം എന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. സമാധാനത്തിന്റെ പാതയിൽ സമരം ചെയ്തുകൊണ്ട് മന്നത്ത് ആചാര്യനെ ഈ കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ ഒരുങ്ങണം. അതുപോലെ ഒരു അഭ്യർത്ഥന കൂടി തിരുവനന്തപുരത്തെ നായർ സമുദായങ്ങളുണ്ട്. രാജാവിന്റെ തിരുവനന്തപുരത്തെ നായർ, തിരുവിതാംകൂറിലെ നായർ എന്ന് പറയുന്നത് അഭിമാനമാണ്. ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ യോദ്ധാക്കളാണ്, നായർ പടയാളികളാണ്. തിലകം ചാർത്തി വീട്ടിൽ നിന്ന് അയക്കുമ്പോൾ നായരോട് ആ വീട്ടിലെ അമ്മയും സഹോദരങ്ങളും പറയുമായിരുന്നു എന്ന് എൻ്റെ അച്ഛൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. അതിൽ പറയും, നിങ്ങൾ മരിച്ച് പടക്കളത്തിൽ വീണാൽ നെഞ്ചിൽ വെട്ടേറ്റ് കിടന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ മൃതശരീരം ഞങ്ങളുടെ വീട്ടിൽ സംസ്കരിക്കൂ. പുറകിലാണ് വെട്ടേറ്റതെങ്കിൽ നിങ്ങളുടെ ശവശരീരം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മമാരും സഹോദരിമാരും ഭാര്യമാരും തിലകം ചാർത്തി ഭർത്താവിനെയും സഹോദരനെയും മകനെയും യുദ്ധത്തിന് അയച്ചിരുന്നത് നായർ പടയാളികൾ. അതായത് തിരിഞ്ഞു ഓടുമ്പോഴാണല്ലോ പുറത്ത് വെട്ടുകൊള്ളുക. തിരിഞ്ഞു ഓടുന്നവന്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട, നെഞ്ചിൽ വെട്ടേറ്റ് വരണം എന്ന് പറയുന്ന നായർ സമുദായം. ധീരമായ മാർത്താണ്ഡവർമ്മയെ, തിരുവിതാംകൂർ രാജാവിനെ, ഡച്ചുകാരെ എല്ലാം ഓടിക്കാൻ കരുത്ത് കാണിച്ച നായർ സമുദായം തിരുവിതാംകൂറിലെ നായരാണ്. ആ നായര് ആവശ്യമില്ലാത്ത കാര്യത്തിന് തുണക്ക് മന്നം ക്ലബിന്റെ മുമ്പിലേക്കൊന്നും യാത്ര പോകാൻ ഒരുങ്ങരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കണം. ആർക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്ന് ആലോചിക്കണം. എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് ആലോചിക്കണം. നെറികേടിനെ സംരക്ഷിക്കാൻ, സ്വജനപക്ഷപാതത്തെ സംരക്ഷിക്കാൻ, മന്നത്ത് ആചാര്യനെ പോലും മഹാനെ വിസ്മൃതിയിൽ മറയ്ക്കാൻ ശ്രമിക്കുന്നവരോട് സഹകരിക്കാൻ. എന്ന് പറയുന്നത് ഞാൻ ആചാര്യനെ എല്ലാ വാക്കുകളും അദ്ദേഹത്തിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ആ പറമ്പി കയറ്റിയിട്ടില്ല. കിടങ്ങൂർ ബാലകൃഷ്ണ സാറിന്റെ കാലത്താണ് വാതിൽ തുറക്കാനും അടയ്ക്കാനും നിർത്തിയിരുന്നത്. അപ്പോൾ ചായ കൊടുക്കുമെന്ന് കിടങ്ങൂർ പറയുമ്പോൾ ചായ വാങ്ങിച്ചു കുടിച്ച ഒരുപാട് പേര് ഇവിടെയും പത്തനാപുരത്തും കൊട്ടാരക്കരയിലും കേരളത്തിലും പാടുമുണ്ട്. ആ നായന്മാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ്. എല്ലാവരും മരിച്ചില്ല, കുറച്ചു പേരൊക്കെ മരിച്ചു, എല്ലാവരും മരിച്ചില്ല എന്ന് ഓർക്കുക. തിരുവനന്തപുരത്തെ നായർ സമുദായങ്ങൾ പറയുന്നത് ഇനി ലജ്ജിപ്പിക്കുന്ന സമരത്തിൽ നിങ്ങൾ ഇറങ്ങരുത്. മന്നത്ത് ആചാര്യന് വേണ്ടി നിങ്ങൾ ഇറങ്ങണം, ശബരിമല അയ്യപ്പന് വേണ്ടി നിങ്ങൾ ഇറങ്ങണം, ആത്മീയതയ്ക്ക് വേണ്ടി ഇറങ്ങണം, ദൈവത്തിന് വേണ്ടി ഇറങ്ങണം. ദൈവത്തിന് ഇറക്കാത്ത പണി കാണിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നീതിബോധമില്ലാത്തവൻ ദൈവം നിഷേധിക്കപ്പെടുന്നവനാണ്. നീതിമാൻ, ദൈവത്തിന് ഏറ്റവും ഇഷ്ടം നീതിമാനെയാണ്. ആ നീതിമാനോടൊപ്പം നിൽക്കാവൂ. ഒരു കാരണവശാലും ഇങ്ങനൊരു സമരത്തിന് ഇനി ഏത് കുമാർ വിളിച്ചാലും, ഗണേഷ് കുമാർ വിളിച്ചാലും ഇത്തരം നിറയില്ലാത്ത സമരത്തിന് പോകരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുക.
മന്നത്ത് ആചാര്യന് വേണ്ടി നിങ്ങൾ സമരം ചെയ്യും. മന്നത്ത് ആചാര്യന് വേണ്ടി മന്നത്ത് ആചാര്യൻ്റെ നന്മകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ തെരുവിലിറങ്ങും. അല്ലാതെ ആരെങ്കിലും വിളിച്ചെന്നും പറഞ്ഞിട്ട് ഒരു അഡ്മിഷൻ തരാം, അല്ലെങ്കിൽ മോക്ക് അടുത്തതിൻ്റെ അടുത്ത കൊല്ലം വരുന്ന ഒഴിവ് തരാം, ഒന്നും തരൂല്ല എൻ്റെ സുഹൃത്തുക്കളെ. അതെല്ലാം അപ്പോൾ ബന്ധുക്കൾ കൊണ്ടുപോകും. ഒരു മകൻ കഴിഞ്ഞ മാസം പോലും ഒരു മകളുടെ മകന് ജോലി കൊടുത്തു. ഇതിൻ്റെയൊക്കെ കണക്കുണ്ട്. ധനലക്ഷ്മി ബാങ്കിന്റെ ഫുൾ ചരിത്രം എൻ്റെ ഉണ്ട്, തരാം. ഫുൾ രേഖകൾ ധനലക്ഷ്മി ബാങ്കിന്റെ ആളുകൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു ചെറിയ മഞ്ഞമലയുടെ ഒരു അറ്റത്ത് മാത്രമേ തൊട്ടുള്ളൂ എന്ന് ഓർത്തുള്ളൂ. കൂടുതൽ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് ഈ പുസ്തകത്തെക്കാൾ ഗംഭീരമായിരിക്കും. അത് പുറത്തേക്ക് വരുത്തണ്ട, അടുത്ത പുസ്തകം എഴുതുന്നവർക്ക് അതെല്ലാം കൊടുക്കാം എന്നറിയിച്ചു കൊടുക്കുക. 2ാം ഭാഗം എഴുതുമല്ലോ. ഞാൻ മന്നത്ത് ആചാര്യനോടുള്ള എല്ലാ ആദരവും. അതാണ് നമ്മുടെ സമുദായത്തിന്റെ ആചാര്യൻ. അദ്ദേഹമാണ് ഗുരു, അദ്ദേഹമാണ് ദൈവം. അദ്ദേഹത്തെ മാത്രമേ വന്ദിക്കാവൂ. ഇത്തരം ആളുകളെ ഒന്നും വന്ദിക്കാൻ പാടില്ല. വളരെ മോശമാണ്. കുമ്പിട്ട് കിഴക്കണാൻ തൂക്കിയിരിക്കുക. പത്തനാപുരത്തുള്ള ഒരു പ്രായമുള്ള പറഞ്ഞ അവിടെ ചങ്ങനാശ്ശേരി ചെന്നത് അത് കിഴക്കണാൻ തൂക്കിയിരിക്കില്ല. കിഴക്കണാൻ തൂക്കിയിരിക്കാൻ വവ്വാല് കിടക്കുന്നത് തലകുത്തൻ കിടക്കുന്നില്ല. അതിന്റെ അർത്ഥം അതാണ്. വവ്വാല് തലകുത്തനല്ലേ കിടക്കുന്നത്. വവ്വാലിനെ വിളിച്ചാൽ വവ്വാലിന് വല്ലതും മനസ്സിലാവും. വവ്വാല് എങ്ങനെ നോക്കിയാലും തലകുത്തനെ കിടക്കുള്ളൂ. തലപൊക്കി നോക്കിയ വവ്വാലില്ല ഇന്ന് വരെ. അതുകൊണ്ട് കിഴക്കണാൻ തൂക്കി കിടക്കുന്നതല്ല, നേരെ ഇരിക്കുന്ന നായരെയാണ് നമുക്ക് വേണ്ടത്. നേരെ മുഖത്ത് നോക്കുന്നത്. അതിനുവേണ്ടി പരിശ്രമിക്കുക. എല്ലാവരോടും ഞാൻ പറയുന്നു, അകന്നകന്ന് നിൽക്കരുത്. എല്ലാവരും ഒന്നിക്കുക ഒറ്റ ലക്ഷ്യത്തിൽ. മന്നത്ത് ആചാര്യന് വേണ്ടി ഈ ഒരു ഞാൻ പറഞ്ഞൊരു ലക്ഷ്യമുണ്ട്. അതിലൊരു തെറ്റും പറയാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം ഭരണഘടനയും ജനാധിപത്യവും ഒക്കെ അവിടെ നിൽക്കട്ടെ. അത് നിയമം കോടതിയിൽ നടക്കുന്നതാണ്. കോടതി തീരുമാനിക്കട്ടെ. ഈ 89 തവണ അവധി വെച്ചത് എന്തിനെന്ന് കോടതി തീരുമാനിക്കട്ടെ. അതൊക്കെ ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനങ്ങളിൽ വരുന്നത്. നമ്മളതിനൊന്നും അഭിപ്രായം പറയുന്നില്ല. അത് നിയമവിദഗ്ധരാണ്, അവർക്കറിയാം, അവർ നോക്കിക്കോളും. നമുക്കത് നിയമവിദഗ്ധനല്ല. അതുകൊണ്ട് പക്ഷേ മന്നത്ത് ആചാര്യനെ ആരാധിക്കാനുള്ള അവസരം എല്ലാ നായർക്കും മലയാളിക്കും അദ്ദേഹത്തെ ആദരിക്കുന്ന എല്ലാവർക്കും ലഭിക്കണം. പട്ടി വരും പൂച്ച വരുമെന്ന് പറഞ്ഞ് മഹത് വ്യക്തികളെ അവിടുന്ന് മാറ്റി നിർത്താൻ അനുവദിക്കരുത്. എല്ലാവർക്കും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് സുരേഷ് ഗോപി പോട്ടെ, കേരളത്തിലുള്ള ആളാണെന്ന് കഴിഞ്ഞ് കരയോത്തിൽ അംഗമല്ലേ സുരേഷ് ഗോപി. എന്താ കയറിയാൽ അതേ പറയുന്നുള്ളൂ. സുരേഷ് ഗോപി എന്നല്ല, കരയോത്തിൽ അംഗത്തുള്ള ആരും കയറണം. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് വരാമെന്ന് പറയുമ്പോൾ വരണ്ടെന്ന് പറയും. അതുകൊണ്ട് സാരമില്ല, ഇവിടെ മന്ത്രിമാരെ കയറ്റുന്നില്ല. എന്താ പറയുക, ഈ സ്റ്റേറ്റുകാരെ ചെല്ലുന്ന ഇഷ്ടമല്ല. മക്കൾക്കും കൊച്ചുമക്കൾക്കും എനിക്കും ഒന്നും ചേറ്റാറ് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ചെന്നാൽ കേട്ടത്തില്ല. ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ പടം അവിടെ ആഫീസിൽ വെച്ചിരുന്നു. അദ്ദേഹത്തെ മന്ത്രിയായതിനു ശേഷം കയറ്റിയിട്ടില്ല. ഒരു കയറിയതായിട്ട് പത്രത്തിലൊന്നും കണ്ടില്ല. ഇതൊക്കെ നാണകെട്ട പരിപാടികളാണ്. ഒരാൾ മന്ത്രിയായെങ്കിൽ ആ ആളിനെ മന്ത്രിയായി തന്നെ കാണണം. നിങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു, വി ഡി സതീശനെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അറിയില്ലല്ലോ. മുഖ്യമന്ത്രിയായ വി ഡി സതീശനെ കുറിച്ച് താലൂക്ക് NSSന്റെ പ്രതിനിധി സഭയിൽ എന്താ പറഞ്ഞെന്നറിയാമോ? അവൻ നമ്മുടെ കാല് പിടിക്കുന്നതാണ്, പിടിപ്പിക്കുന്ന. അതാണ് ഉപയോഗിച്ച വാക്ക്. ഒരിക്കലും പാടില്ലാത്ത വാക്കെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലർക്കും എന്താണ് ഇയാൾ പറയുന്നത്, ആരും അത് പറയുന്നില്ല. ഞാനിപ്പോൾ തുറന്നു പറയാണ്, അവൻ നമ്മുടെ കാല് പിടിക്കും എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ ചോദ്യമേ ഉള്ളൂ. സതീശൻ ആളുകളെ ബഹുമാനിക്കും, ശരി, കാല് പിടിക്കാം. സതീശന്റെ നിയോജനമണ്ഡലമായ പരവൂരിലുള്ള 90 വയസ്സായ ഏതെങ്കിലും ഒരു കരയോം പ്രസിഡന്റിന്റെ കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞാൽ മതിയോ? അതോ ചങ്ങനാശ്ശേരിയിൽ ചെന്ന് പിടിച്ചാൽ മാത്രമേ നമ്മുടെ കാലാകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെയാവുള്ളൂ. അങ്ങനെ പ്രായം ചെന്ന ആളെ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രായം ചെന്ന അദ്ദേഹത്തിന്റെ നിയോജനമണ്ഡലത്തിൽ അദ്ദേഹം പ്രതിനിധാന സ്ഥലത്ത് ഒരു കരയോഗത്തിലെ 90 വയസ്സായ ഒരു വയസ്സായ കരയോഗം പ്രസിഡന്റ് കാൽ പിടിച്ച് സാറെ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ന്യായം. അതോ ചങ്ങനാശ്ശേരിയിൽ ഇരിക്കുന്ന ഈ കാല് തന്നെ പിടിച്ചാലേ നമ്മുടെ കാലാകുമോ? അതായത് നിങ്ങളും ഞാനും ഒക്കെ ഉൾപ്പെടുന്ന നായരുടെ കാലം എന്ന് പറയുന്നത് ഒറ്റ കാലാണോ? പിടിക്കാം. മന്നത്ത് പത്മനാഭന്റെ സമാധിയിൽ പോയി അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് തൊഴാം, അന്തസ്സുണ്ട്. മറ്റത് പറ്റില്ല, മറ്റു പരിപാടി നടക്കില്ല. ഈ നമ്മുടെ കാല് എന്ന് ഉദ്ദേശിച്ചത് സ്വന്തം കാലാണ്. ഇത് അവിടെ പറഞ്ഞ വാക്കാണ്. ഇവിടുത്തെ പല കോൺഗ്രസ്സുകാരും എല്ലാവരും ഉണ്ട്, ഇതിനകത്ത് ഇരിപ്പുണ്ട് സഭയ്ക്കകത്ത്. അവരിൽ പലർക്കും അസ്വസ്ഥതയുണ്ടായി. പക്ഷേ തൻ്റെ സ്ഥാനം പോകുമോ എന്ന പേടിയുണ്ട്, അവരത് പറഞ്ഞില്ല. എനിക്ക് സ്ഥാനം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഒന്നിച്ച് നിൽക്കാമെന്ന് പറയുമ്പോഴും നിങ്ങളുടെ കൂടെ നടക്കാമെന്ന് പറയുമ്പോഴും ഞാൻ നായരെല്ലാവരും ഒന്നിച്ച് വന്ന് ഇത്തരം അനീതിക്കെതിരെ പോരാടുമ്പോൾ കൂടെ നിൽക്കാൻ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഒരു സ്ഥാനമാനം സ്വീകരിക്കുകയില്ല എന്നുറപ്പ് നേരത്തെ കൊടുക്കുക. എനിക്ക് അതിനൊന്നും ഒരു താല്പര്യമില്ല, എനിക്കൊരു സ്ഥാനമാനങ്ങളും വേണ്ട. പക്ഷേ ഈ തെറ്റിനെതിരെ നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. എന്നെ കേൾക്കുന്ന ലോകത്തെ മുഴുവൻ നായർ സമുദായ അംഗങ്ങളും ഈ ഒരു ശൃംഖലയിൽ അണിചേരണം. വേറൊരു സംഘടന ഉണ്ടാക്കാനല്ല. നായർ സർവീസ് സൊസൈറ്റി എന്ന മന്നത്ത് ആചാര്യൻ സ്ഥാപിച്ച മഹാപ്രസ്ഥാനത്തിന് നേരും നിറയുമുള്ള കരുത്ത് നൽകുന്ന ഒരു മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് ക്ഷണിക്കുന്നത്. അല്ലാതെ മറ്റൊരു സംഘടന ഉണ്ടാക്കാൻ നിങ്ങളെ ആരും ക്ഷണിക്കത്തില്ല. ഇവിടെ ഞാൻ സംസാരിക്കുമ്പോൾ അധ്യക്ഷൻ പ്രസംഗിച്ച് നിർത്തും JNSS എന്ന് പറഞ്ഞാൽ മതി ആണോ? അത് അങ്ങനെയാണ് പ്രസംഗിച്ച് നിർത്തിയത്. നായർ സർവീസ് സൊസൈറ്റി എന്ന മന്നത്ത് ആചാര്യൻ്റെ ആ മാനസ പുത്രൻ, അദ്ദേഹം ദൈവത്തെ പോലെ കണ്ടിരുന്ന മഹാപ്രസ്ഥാനം, അതിനെ
നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് സംരക്ഷിക്കണം. അതിനുവേണ്ടി എല്ലാ പിണക്കങ്ങളും, എല്ലാ വലിപ്പമില്ലായ്മകളും ഒക്കെ മറന്നുകൊണ്ട് ഒറ്റ മനസ്സായി ലോകത്തെ മുഴുവൻ നായന്മാരും ഒന്നിക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച ഈ സംഘടനയോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. സത്യം വെളിപ്പെടുത്തുന്ന പുസ്തകം എല്ലാവരും വായിക്കും. ഇത് ബുക്കായി വാങ്ങിക്കാൻ അസൗകര്യമുള്ളവരുണ്ടെങ്കിൽ എല്ലാ കരയോഗങ്ങളിലേക്കും ഇത് PDF ആക്കി അയച്ചു കൊടുക്കണം. എല്ലാ നായരല്ലാത്തവരും ഈ പുസ്തകം വായിക്കണം. എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഈ പുസ്തകം വായിക്കണം. ഈ പുസ്തകത്തിലെ ഓരോ പേജും വിത്ത് എവിഡൻസ് ആണ്, അല്ലാതെ ഗീർവാണമല്ല, ഒരു കഥാപുസ്തകമല്ല, ഇതൊരു സത്യസന്ധമായ പുസ്തകമാണ്.